Acts chapter 2 verse 17. ഞാൻ വായിക്കുന്നു, ദയവായി ശ്രദ്ധിക്കുക. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഈ വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ച ചിന്തയുടെ ബാക്കിയുള്ള ആലോചനകളിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം. प्रेरितों के काम दूसरा अध्याय उसका 17वां वचन पढ़कर मैं आज की सेवकाई शुरू करना चाहता हूं। मैं उसे हिंदी में आपके लिए पढ़ूंगा। प्रेरितों के काम 2 का 17। परमेश्वर कहता है कि अंत के दिनों में ऐसा होगा कि मैं अपना आत्मा सब मनुष्यों पर उंडेलूंगा और तुम्हारे बेटे और तुम्हारी बेटियां भविष्यवाणी करेंगी और तुम्हारे जवान दर्शन देखेंगे और तुम्हारे पुरनिये स्वप्न देखेंगे। कल हमने जो सुना उसके आगे के अगले हिस्से के रूप में आज इस वचन के आधार पर मैं आगे बढ़ना चाहता हूं। യൗവനക്കാർ സുബോധമുള്ളവരായിരിക്കുക, സോബർ മൈൻഡിന് ഉടമകളായി മാറുക എന്ന പ്രമേയമാണ് കഴിഞ്ഞ ദിവസം മുതൽ നാം പഠനം ആരംഭിക്കാനിടയായത്. और कल से हम इस विषय को देख रहे हैं कि जवानों को, युवाओं को संयमी होना है। അതിന്റെ ബാക്കിയായിട്ടുള്ള ആലോചനകളാണ് ഈ വാക്യത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്ന നല്ല അധ്യാപകൻ നമുക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുന്നത്. और उसी वचन के अगले हिस्से को जो अच्छा गुरु परमेश्वर का आत्मा हमें आज इस वचन के आधार पे बताना चाहता है। ഈ രാത്രിയിലും ഈ സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ എനിക്ക് അവസരവും ആരോഗ്യവും ആയുസ്സും അനുകൂലമായ പരിസ്ഥിതിയും ഒക്കെ നൽകിത്തന്ന സർവകൃപാലുവായ കർത്താവിന്, യുവനായകനായ നമ്മുടെ വീണ്ടെടുപ്പുകാരന് എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും സ്തുതിയും ഞാൻ ആദരവോടെ അർപ്പണം ചെയ്യുകയാണ്. और आज भी इस सभा में भी आपके सामने आने का मौका देने के लिए, उम्र देने के लिए, तंदुरुस्ती देने के लिए हमारे नायक और हमारे योद्धा प्रभु यीशु मसीह के नाम में आप सबका अभिवादन करता हूं। उस परमेश्वर को धन्यवाद देता हूं। ഇന്ന് രാത്രിയിൽ ഈ അനുഗ്രഹീത സമ്മേളനത്തെ പ്രസൈഡ് ചെയ്യുന്ന എൻ്റെ ആത്മമിത്രം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജയ്മോഹൻ അവരോടുള്ള പ്രത്യേക വന്ദനം ഞാൻ അറിയിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ വരാനുള്ള അവസരം കർത്താവ് തന്നത്. आज की सभा की अध्यक्षता करने वाले मेरे आत्मिक मित्र परमेश्वर के दास पास्टर जयमोहन को खास अभिवादन देता हूं। एक अंतराल के बाद में एक ही मंच पर परमेश्वर ने एक साथ सेवा करने का आज हमें मौका दिया है। അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന വഴിത്താരകൾ മറന്നുപോകാതെ കർത്താവിന്റെ വേലയിൽ വിശ്വസ്തമായി നിലകൊള്ളാൻ തുടർന്നും കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഉന്നതമായ നിലകളിൽ കർത്താവിന്റെ കരങ്ങളിൽ താൻ പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞനുജനെ പോലെ, ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അപ്പുറമായി എൻ്റെ കുഞ്ഞനുജനെ പോലെ ഞാൻ നെഞ്ചകത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു ആത്മബന്ധമാണ് ഞങ്ങൾ ഒരുമിച്ചുള്ളത്. കർത്താവ് നിലനിർത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. उनके अच्छे शब्दों के लिए मैं परमेश्वर को धन्यवाद देता हूं और मेरी दिल की गहराई से ये प्रार्थना है कि परमेश्वर अभी तक जो वफादारी सेवकाई में दिखाई है उसमें उनको और आगे बढ़ाए और ऊंचाइयों तक लेकर जाए और मेरे एक छात्र से कहीं बढ़कर एक मेरे छोटे भाई के रूप में मेरे दिल में उनका एक स्थान है। ऐसी एक जगह मेरे दिल में उनके लिए है। അഭിഷക്തരായിരിക്കുന്ന നിരവധി കർത്തൃദാസന്മാർ, ഡിസ്ട്രിക്ട് പാസ്റ്റർ അടക്കമുള്ള അനുഗ്രഹീതരായിരിക്കുന്ന ദൈവദാസന്മാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഏവരെയും ഞാൻ വളരെ ആദരവോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ വന്ദനം അറിയിക്കുകയാണ്. डिस्ट्रिक्ट पासवान समेत बहुत से परमेश्वर के अभिषिक्त दास लोग आज इस सभा में शामिल हैं। मैं अपने दिल की गहराई से आप सबको अभिवादन करना चाहता हूं। പാസ്റ്റർ ബിനോജി അവരോടുള്ള പ്രത്യേക വന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ ശുശ്രൂഷകനായി 2 ദിനങ്ങളിൽ എന്നെ തെരഞ്ഞെടുക്കുവാൻ കാണിച്ച മനസ്സിന് നന്ദി അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസനെ കുടുംബമായി കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു, വർഷിപ്പ് നേരത്ത് പ്രിയ മോള് അദ്ദേഹത്തിന്റെ അരികിലിരുന്ന് വളരെ നന്നായിട്ട് ആരാധനയിൽ സംബന്ധിക്കുന്നു. പ്രിയ കുഞ്ഞിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വരുന്ന ആളുകളിൽ വേദിയിലേക്കുള്ളതാണ്, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ആ കുഞ്ഞ് ഇപ്പോൾ തന്നെ അത് തെളിയിക്കുന്നുണ്ട്. പ്രിയ പൈതന്നെ കർത്താവ് ധാരാളമായി ബ്ലസ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. पास्टर बिनोजी का खास तौर से अभिवादन करना चाहता हूं। इन 2 दिनों की सभाओं के लिए मुझे चुनने के लिए मैं उनको धन्यवाद देना चाहता हूं और उनके परिवार से मिलने का मौका परमेश्वर ने दिया, उसके लिए परमेश्वर को धन्यवाद करता हूं। खास तौर से मैं देख रहा था कि उनकी छोटी बेटी आराधना के दौरान किस अच्छी तरह से आराधना कर रही थी और वो अभी से ये साबित कर रही है कि आने वाले दिनों में वो मंच पर आने वाली है, परमेश्वर की सेवकाई के लिए है, तो परमेश्वर उसके लिए उसको तैयार करने पाए। ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ യുവതി യുവാക്കന്മാരെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഞാൻ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ആദരവുകൾ അറിയിക്കുകയാണ്.
इस सभा में शामिल हर एक जवान को, युवक युवती को, भाइयों बहनों को, सबको मैं अपने दिल की गहराई से मैं अभिवादन करना चाहता हूँ। പാസ്റ്റർ ജോൺസൺ രാമചന്ദ്രൻ അവരുകൾ ഇന്ന് ഇല്ല, പകരം മറ്റൊരാളാണ് എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു ആശങ്ക നേരിട്ടെങ്കിലും ജോൺസന് പകരമായിട്ട് വിൽസൺ വരുന്നു എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇവർ രണ്ടുപേരിൽ ആരാണ് ട്രാൻസ്ലേഷനിൽ മെച്ചം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇന്നും ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. രണ്ടുപേരും ഒരേപോലെ, നാടൻ രീതിയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നത് പോലെയാണ് ദൈവം അവരെ ഉപയോഗിക്കുന്നത്. പാസ്റ്റർ ജോൺസന് പകരമായി പാസ്റ്റർ വിൽസനെ എനിക്ക് ലഭ്യമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഡൽഹിയിലെ പല ഭാഗങ്ങളിലും ഞങ്ങൾക്ക് ഒരുമിച്ച് വേദിയിൽ നിൽക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. പ്രിയ മകൻ വിൽസന് എല്ലാവിധമായ ഭാവകങ്ങളും അനുഗ്രഹങ്ങളും ഇത്തരുണത്തിൽ ഞാൻ നേരുകയാണ്. और आज पास्टर जॉनसन हमारे बीच में नहीं है अनुवाद के लिए, तो थोड़ी मन में शंका थी, लेकिन पास्टर विल्सन हमारे बीच में, उनके बदले में मैं उनके लिए परमेश्वर को धन्यवाद देता हूँ। कई मंचों पर दिल्ली में कई जगहों पर एक साथ सेवकाई करने का मौका परमेश्वर ने दिया है, और बेटे विल्सन को सारे हर तरह की मैं शुभकामनाएं देता हूँ। ഓക്കെ, ഞാൻ പറഞ്ഞ എല്ലാം പറഞ്ഞില്ലെങ്കിലും വളരെ നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനത്തിന്റെ ചിന്തകളിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. अब हम एक साथ मिलकर परमेश्वर के वचन के कुछ विचारों की ओर आगे बढ़ना चाहते हैं। യൗവനക്കാർ സുബോധമുള്ളവരായിരിക്കണം എന്നുള്ള അനുഗ്രഹീതമായ ഒരു പ്രമേയമാണ് ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം മുതൽ നമുക്ക് നൽകി തരാനിടയായത്. परमेश्वर की आत्मा ने पिछले दिनों से एक आशीषित विषय हमें दिया था कि जवानों को संयमी बनना है। ഈ വക്രതയുടെ തലമുറയ്ക്കിടയിൽ സുബോധത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു അനുഭവമാണ്. ദൈവകരങ്ങളിൽ നാം പ്രയോജനപ്പെടുക, ലക്ഷ്യം പിഴച്ചു പോകാതിരിക്കുക, അതാകട്ടെ ഈ ക്യാമ്പ് കൊണ്ട് നമുക്ക് സാധ്യമാകേണ്ട ഏറ്റവും മഹത്തായ കാര്യം. इस दुष्टता से भरी पीढ़ी के बीच में संयमी होकर जीना एक बहुत बड़ी महत्वपूर्ण बात है, और इस कैंप के द्वारा परमेश्वर हमारी मदद करे कि हम परमेश्वर के हाथों में इस्तेमाल होने पाए, हम भटकने न पाए। നാം അവസാനമായി പറഞ്ഞു നിർത്തിയത് നാം സുബോധമുള്ളവരായിരിക്കണമെങ്കിൽ അകൃത്യമില്ലാത്തവരാകണം. ഇയ്യോബിന്റെ പുസ്തകം 13:26 വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് യൗവനകാലം അകൃത്യമില്ലാത്തതായിരിക്കണം എന്നതാണ് നാം ചിന്തിച്ച് നിർത്താനിടയായത്. അവിടെ മുതൽ നാം തുടങ്ങുകയാണ്. और अंत में कल हमने अय्यूब की पुस्तक में से ये बताकर समाप्त किया था कि अगर हमें संयमी बनना है तो हमारे अंदर अधर्म नहीं होना चाहिए, अधर्म से परे हमारी जिंदगी होनी चाहिए। ये कह के कल हमने समाप्त किया था, वहीं से हम आज आगे शुरू करने जा रहे हैं। അകൃത്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അതിർത്തി മുറിക്കുക, കൽപ്പിത പരിധി വിട്ടുപോകുക, ക്രമീകൃതമായ നിയമവ്യവസ്ഥിതിക്കപ്പുറത്തേക്ക് പോകുക, അതിര് മാറ്റുക, അങ്ങനെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ അകൃത്യത്തിൽ ഏർപ്പെടാതെ വേണം ദൈവത്തിന് പ്രസാദയോഗ്യമായി ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കാൻ ഓരോ യുവാവിനും ഓരോ യുവതിക്കും കഴിയേണ്ടതുണ്ട്. अधर्म के कई अर्थ हैं, देहरी को लांघना या बाड़ को तोड़ना या सीमाओं को लांघना, जो व्यवस्था दी गई है उसको तोड़ना, ऐसे कई सारे इसके अर्थ हैं। और हर एक जवान और हर एक युवती को ये होने पाए, उनसे ये होने पाए कि वो परमेश्वर के लिए अधर्म से दूर रहे, परमेश्वर के साथ साथ जीने पाए। മനുഷ്യന്റെ സകല പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും പരിഹാരമാകേണ്ടതിനു വേണ്ടിയാണ് യുവനായകനായ യേശു തന്റെ നിഷ്കളങ്കവും വിലയേറിയതും കുറ്റമില്ലാത്തതും നീതിയുള്ളതുമായ രക്തം നമുക്കായി ചൊരിയാനിടയായത്. मनुष्यों को अधर्म से, पाप से छुटकारा देने के लिए हमारा युवा नेता, हमारा युवा अगुवा प्रभु यीशु मसीह अपने लहू को बहाता है, हमारे पाप के लिए बलिदान होता है। അതുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഏതു വ്യക്തിയും, പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ, ടീനേജ് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും ആ രക്തത്തിന്റെ വിലയായി വിശുദ്ധിയും നിർമ്മലതയും നിഷ്കളങ്കതയും ജീവിതത്തിൽ കാര്യഗൗരവമായി സൂക്ഷിച്ചേ മതിയാകുകയുള്ളൂ. और इसीलिए यीशु के लहू से धुले हुए हर एक व्यक्ति, खासतौर से जवान, युवक और युवतियां, उनके लिए जरूरी है कि वो यीशु के लहू से धुले होने के कारण निर्दोष और निष्कलंक बेदाग जिंदगी बिताने पाए। അപ്പോൾ സുബോധം പ്രാപിക്കേണ്ടതിന് വേണ്ടുന്ന ബാക്കിയുള്ള ചിന്തകളിലേക്ക് നമ്മൾ ഈ രാത്രിയിൽ പ്രവേശിക്കുകയാണ്. അതിൽ പ്രഥമമായ ഇന്നത്തെ രാത്രിയിലെ ക്ലാസ്സിൽ ഏറ്റവും പ്രസക്തമായ മറ്റൊരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. നാം ഇടറി വീഴാതിരിക്കണം. യൗവനകാലം ഇടറി വീഴാതെ നാം സൂക്ഷിക്കണം. तो संयमी बनने के लिए आगे क्या करना है, उसके अगले हिस्से की ओर मैं आ रहा हूं, और आज के विषय का जो मुख्य जो बिंदु है उसकी ओर मैं आना चाहता हूं कि संयमी बनने के लिए जरूरी है कि हम ठोकर न खाएं, ठोकर खाने से बचे रहें।
ഒറ്റ യുവാവും ഒരു യുവതിയും ജീവിതത്തിന്റെ നാൾവഴികളിൽ ഇടറി വീഴാതെ സൂക്ഷിക്കണമെന്നുള്ള ശക്തമായ വേദശകലം നമുക്ക് നൽകുന്നത് യെശയ്യാവ് എന്ന മഹർഷി വര്യനാണ്, അനുഗ്രഹീത പ്രവാചകനാണ്, മിശിഹൈക പ്രവാചകൻ. യെശയ്യാവിന്റെ യൗവന ദർശനമാണ് ആത്മാവ് തന്നിലൂടെ നമുക്ക് നൽകി തന്നിട്ടുള്ള 40-ാം അധ്യായം, അതിന്റെ 30-ാമത് വാക്യം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. ആ ഇടറി വീഴുന്ന വീഴ്ച നമുക്ക് ഭവിക്കാതിരിക്കാൻ നാം സൂക്ഷിച്ചാൽ നാം സുബോധമുള്ളവരായി കർത്താവിന് പ്രസാദമായി നിൽക്കാനിടയാകും. और मसीहा भविष्यद्वक्ता या नबी जो यशाया, उसके द्वारा परमेश्वर का आत्मा ऐसा विषय हमें बताता है कि जवानों को ठोकर खाने से बचना है, उन्हें ठोकरों से दूर रहना। और वो वचन हम यशाया नबी की किताब 40वां अध्याय उसके 30वें वचन में देखते हैं कि तरुण तो थकते और श्रमित हो जाते हैं और जवान ठोकर खाकर गिरते हैं। तो वो ठोकर जो है उससे बचकर हमें मसीह में संयमी होकर आगे बढ़ना है। ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, ടീനേജുകാര് ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ യൂത്ത്സ് ഇടറി വീഴും. അങ്ങനെ രണ്ട് പ്രയോഗങ്ങളാണ് രണ്ട് കൂട്ടരെ കുറിച്ച് ആ വാക്യം നമുക്ക് നൽകുന്ന ആശയം. तो ये वचन बताता है कि तरुण या टीनेज वो थक जाते हैं और श्रमित हो जाते हैं, और जवान जो यूथ्स हैं वो ठोकर खाते हैं। तो दो तरह के व्यक्तियों के बारे में, तरुण और जवान, उनके बारे में ये वचन बताता है। ദൈവവചനത്തിന് വിരുദ്ധമായ, ദൈവഹിതത്തിന് വിരുദ്ധമായ നടപടികളിലേക്ക് ഒരു യുവാവോ യുവതിയോ നീങ്ങുമ്പോഴാണ് ഇടർച്ച സംഭവിക്കാനും ജീവിതത്തിൽ വീണുപോകാനും കാരണമാകുന്നത് എന്ന് നാം അറിയാതെ പോകരുത്. हमें इस बात को जानना है कि जब भी एक जवान या युवती परमेश्वर के वचन के खिलाफ कोई काम करता है, तब वो ठोकर खाता है। എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുമ്പോൾ, പ്രാർത്ഥനാ മുറിയിൽ നിന്ന്, വ്യക്തിപരമായി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നിങ്ങൾ അകലം വിടുമ്പോൾ, ആരാധനാ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ അകലെയായി പോകുമ്പോൾ, കൂട്ടായ്മ ബന്ധങ്ങൾ നഷ്ടമാകുമ്പോഴാണ് ഇടറിപ്പോകുവാൻ സാധ്യതകൾ ഏറെ ഉണ്ടാകുന്നത്. मुझे सुनने वाले बच्चों से मैं कहना चाहता हूं कि जब वचन से आप दूर हो जाते हैं, व्यक्तिगत प्रार्थना से जब आप दूर हो जाते हैं, संगति से जब आप दूर हो जाते हैं और आराधना के अनुभव से जब आप दूर हो जाते हैं, तब ठोकर खाने की गुंजाइश बढ़ जाती है। ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. വിലാപങ്ങളുടെ പുസ്തകം, ലമന്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇടറി വീഴുവാനുള്ള പ്രധാനമായ ചില കാരണങ്ങൾ യിരെമ്യാവെന്ന പ്രവാചകൻ വ്യക്തമാക്കുന്നുണ്ട്. और यिर्मयाह भविष्यद्वक्ता विलाप गीत के 5 के 13 और 14 में कुछ कारण बताता है कि किस कारण से हम ठोकर खा जाते हैं। 13-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: യൗവനക്കാർ തിരികല്ല് ചുമക്കുന്നു, ബാലന്മാർ വിറക് ചുമടും കൊണ്ട് വീഴുന്നു. 13-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. 5-ന്റെ 13, യൗവനക്കാർ തിരികല്ല് ചുമക്കുന്നു. और यहाँ पर हम 13वें वचन में हम देखते हैं कि जवानों को चक्की चलानी पड़ती है और बाल बच्चे लकड़ी का बोझ उठाते हुए लड़खड़ाते हैं। ഇവിടെ വീണുപോകുന്ന ബാല്യക്കാരെയും അനാവശ്യമായ ഭാരം ചുമക്കുന്ന യൗവനക്കാരെയുമാണ് യിരെമ്യാ പ്രവാചകൻ ആത്മദൃഷ്ടിയിൽ കാണുന്നത്. यहाँ यिर्मयाह नबी आत्मिक नजर में चक्की चलाने वाले जवानों को और गिरते हुए लड़खड़ाने वाले बच्चों को वो देखता है। വിറക് ചുമടും കൊണ്ട് വീഴുന്നു എന്ന് പറയുന്നതിന്റെ ആത്മീയ ആശയം എന്താണ്? ദൗത്യം പൂർത്തീകരിക്കാതെ പിൻവാങ്ങുന്നു, ഇറങ്ങിത്തിരിച്ച കാര്യത്തെ നിവർത്തിക്കാതെ വഴിമാറിപ്പോകുന്നതാണ് വിറക് ചുമടും കൊണ്ട് വീഴുന്നു എന്ന് പറയുന്നത്. लकड़ी का बोझ उठाते हुए लड़खड़ाने या गिरने का क्या मतलब है? वो ये कि जो जिम्मेदारी लेकर चले थे उसको पूरा नहीं कर पाते हैं, जो काम करने के लिए निकले थे उसे पूरा नहीं कर पाते हैं, लड़खड़ा कर गिर जाते हैं। ഒരപ്പൻ തന്റെ മകന്റെ തോളിലേക്ക് ഒരു കെട്ട് വിറക് ചുമടായി എടുത്തു വെച്ചു കൊടുത്തു. അവനതെങ്ങും ഇട്ടുകളഞ്ഞിട്ട് ഓടാതെ ഉദ്ദിഷ്ട സ്ഥാനം വരെ ആ വിറക് ചുമട് ചുമന്ന് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അബ്രഹാം ഇസഹാക്കിന്റെ യാത്രയാണ് ഞാൻ പരാമർശിക്കുന്നത്. एक पिता अपने बेटे के कंधों पर लकड़ी का एक गट्ठर रखता है और वो उसे नीचे ना गिराकर भागता नहीं है, वो उसे अपने कंधों पर उठाकर अपनी यात्रा के अंतिम स्थान तक उस गठरी को लेकर जाता है। मैं उत्पत्ति की पुस्तक 22वें अध्याय के इस अब्राहम और इसहाक की कहानी के बारे में मैं आपको बता रहा हूं।
അബ്രഹാം ചൂണ്ടിക്കാണിച്ച സ്ഥലം വരെയും വിറക് ചുമട് കളയാതെ കൊണ്ടെത്തിക്കുന്ന ഇസഹാക്കിനെ സകല കുഞ്ഞുങ്ങളും മാതൃകയാക്കേണ്ടതുണ്ട്. अब्राहम ने जो जगह बताई थी वहां तक इसहाक लकड़ी को ले जाकर पहुंचाता है, वो हर एक जवान का आदर्श होना चाहिए। ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിവർത്തിക്കുക എന്നുള്ളതിന് മകുടോദാഹരണമായി നിലകൊള്ളുന്നയാളാണ് വേദപുസ്തകത്തിൽ ഇസഹാക്ക് എന്ന് നാം തിരിച്ചറിയണം. और हमें इस बात को समझना है कि बाइबल में इसहाक सौंपी गई जिम्मेदारी को पूरा करने का एक उत्कृष्ट उदाहरण है। ഈ ഉദാഹരണത്തെ അല്പം ആത്മീക വീക്ഷണത്തിൽ നാം നോക്കിക്കണ്ടാൽ, മറ്റൊരു പിതാവ് തന്റെ മകന്റെ തോളിലേക്ക് വിറകിനേക്കാൾ ഭാരമുള്ള ഒരു ക്രൂശ് എടുത്തു വയ്ക്കാൻ അനുവദിച്ചു. ആ ക്രൂശും കൊണ്ട് ആ മകൻ ഇടയ്ക്കെങ്ങും ഇടാതെ അത് കൃത്യസ്ഥാനം അങ്ങ് ഗോൽഗോഥായുടെ നെറുകയിൽ വരെ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതും പിതാവ് ഏൽപ്പിച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണമായി നമുക്ക് കാണാൻ കഴിയുന്നു. और इसको अगर हम थोड़ी सी आत्मिक नजर से देखें तो उसी तरह का एक पिता अपने बेटे को लकड़ी से भी कहीं भारी एक क्रूस उठाने की इजाजत देता है, और वो बेटा उसको रास्ते में कहीं नहीं गिराता, उसको उठाकर पिता ने जो जगह बताई थी वहां तक पहुंचाता है, अपने पिता द्वारा सौंपी गई जिम्मेदारी को पूरा करता है। അപ്പോൾ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം, ദ ടാസ്ക് പൂർത്തീകരിക്കുക എന്നുള്ളത് ഓരോ യൗവനക്കാരന്റെയും യൗവനക്കാരിയുടെയും വിശേഷമായ ജീവിത ദർശനമാകണം. तो सौंपे गए काम को या सौंपी गई जिम्मेदारी को पूरा करना एक एक युवा और युवती की जिंदगी का दर्शन होना चाहिए। മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടുകൂടെ പഠിക്കാൻ വിട്ടു, പഠനം പൂർത്തീകരിക്കാതെ ഇടയ്ക്ക് വെച്ച് വഴിമാറിപ്പോകുന്ന നിരവധി കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മെഡിസിന് വിട്ടു, കമ്പ്യൂട്ടറിന് വിട്ടു, എഞ്ചിനീയറിംഗിന് വിട്ടു, വിദേശത്ത് ചെന്നു, പല വഴികൾ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് വഴിമാറി ദൗത്യം പൂർത്തീകരിക്കാതെ മടങ്ങിപ്പോരുകയോ അന്യാധീനമാകുകയോ ചെയ്യുന്ന നിരവധി യുവതിയുവാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു. ऐसे बहुत से जवानों को, युवाओं को, युवतियों को हम जानते हैं, हम देख सकते हैं, जिनको माता पिता ने पढ़ाई के लिए भेजा, जिम्मेदारी के लिए भेजा, नर्सिंग के लिए भेजा या किसी और पढ़ाई के लिए भेजा, बाहर विदेश में भेजा, लेकिन वो जिम्मेदारी को पूरा नहीं कर पाए, वो भटक गए, लड़खड़ा गए, वापस लौट आए। ചില കുഞ്ഞുങ്ങളെ ബൈബിൾ സ്കൂളിലേക്ക് ദൈവവചനം പഠിക്കേണ്ടതിന് വേണ്ടി, നാളെയുടെ ശുശ്രൂഷകന്മാരാകേണ്ടതിന് വേണ്ടി പറഞ്ഞു വിടാറുണ്ട്. പക്ഷേ ബൈബിൾ സ്കൂളിൽ ചെന്ന് അവിടെ 2 ചപ്പാത്തിയെ കിട്ടുന്നുള്ളൂ, കഞ്ഞിയും രസവുമാണ്, കറിയൊന്നുമില്ല, ചിക്കൻ ഇല്ല, ബീഫില്ല, എന്നും വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് പെട്ടിയെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന കുറേയേറെ ജവാന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു. ऐसे बहुत से जवानों को हम देख सकते हैं जिनको कल के सेवकों के रूप में देखते हुए बाइबल स्कूल में भेजा जाता है, लेकिन वहां जाने के बाद वो ये कहकर वापस लौट आते हैं कि यहाँ तो सिर्फ 2 ही रोटियां मिलती है, या फिर चिकन नहीं मिलता है, बीफ नहीं मिलता है, सिर्फ साग सब्जी मिलती है, ये कहते हुए बहुत से जवान वापस लौट आते हैं। ഈ മടങ്ങിപ്പോക്കിനെയാണ് വിറക് ചുമടും കൊണ്ട് വീഴുക, വിറക് ചുമട് ഇട്ടിട്ട് മാറുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടാസ്ക് പൂർത്തീകരിക്കാതെ പിന്തിരിയുക. इसी वापसी को लकड़ी का बोझ उठाते हुए गिरना या लड़खड़ाना या जिम्मेदारी को छोड़कर वापस निकल जाना कहा जाता है। വളരെ മനോഹരമായി ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നിരവധി ആളുകളും അധികം വൈകാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. അതും ഇതുമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവരെ ഏൽപ്പിച്ച ടാസ്കായ ആ വിറക് ചുമടിട്ടിട്ട് ആ ഭാര്യ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറെ വഴിയായി പോകുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നു. बड़ी उमंग के साथ में वैवाहिक जिंदगी में प्रवेश करने वाले दंपतियों को हम देख सकते हैं जो कुछ समय बीतने के बाद में एक दूसरे से अलग हो जाते हैं, अपनी जिम्मेदारियों से अलग हो जाते हैं, रास्ता अलग कर रहे हैं, एक को छोड़कर दूसरे से विवाह की ओर बढ़ जाते हैं। उसको भी हम इसी से जोड़ सकते हैं कि जिम्मेदारियों को वो छोड़ देते हैं, और इसके संबंध में उसका भी अध्ययन करने की हमें जरूरत है। അതുകൊണ്ട് യൗവനകാലത്തിന്റെ എത്തിക്സ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നാം നമ്മെ ഏൽപ്പിച്ച വിറക് ചുമട് ഇട്ടുകളയാതെ അത് കൃത്യമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ, പൂർത്തീകരിക്കുവാൻ, യേശു പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ ടെറ്റലസ്റ്റായി സകലതും പൂർത്തിയായി എന്ന് പറയാൻ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാകണം. അത് മറന്നു പോകരുത്.
तो जवानी में अगर नैतिकता को बनाए रखना है तो ये जरूरी है कि हम इस बोझ को, लकड़ी के बोझ को रास्ते में गिरा न दें, इसको अंत तक हम लेकर जाएं। जो यीशु कहता है टेटलस्टाई, पूरा हुआ, वहां तक हम उसको पूरा करें। ഇവിടെ എന്തുകൊണ്ടാണ് വിറക് ചുമടിട്ട് കളയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ 13-ാം വാക്യം പറയുന്നു, യൗവനക്കാർ തിരികല്ല് ചുമക്കുന്നു, അനാവശ്യമായ ചില ബേർഡൻ, അനാവശ്യമായിരിക്കുന്ന ചില ഭാരം അവർ ചുമക്കുന്നു. അതുകൊണ്ടാണ് ഏൽപ്പിച്ചത് പൂർത്തീകരിക്കപ്പെടാതെ വഴിമാറിപ്പോകേണ്ടി വരുന്നത്. अगर आप पूछें कि लकड़ी का बोझ उठाते हुए ये बाल बच्चे गिर क्यों जाते हैं, लड़खड़ा क्यों जाते हैं, तो उसका कारण 13 की शुरुआत में लिखा है कि जवानों को चक्की चलानी पड़ती है, यानी बेकार का वो बोझ उठाते हैं, बेकार के कामों में अपने आप को फंसाते हैं, इसलिए वो लड़खड़ा जाते हैं। എന്താണ് ഈ തിരികല്ല് എന്നതുകൊണ്ട്? യൗവനക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തിരികല്ലുകൾ ഏതാണ് എന്ന് 1, 2, 3, 4 എന്ന് നാം അക്കമിട്ട് പഠിക്കേണ്ടതുണ്ട്. ये जवानों की जिंदगी से जुड़ी हुई चक्की क्या है, अगर हमें उसको देखना है तो 1, 2, 3, 4 इस तरह से हमें उनको बिंदुओं में देखने की जरूरत है। അക്ഷരാർത്ഥത്തിലുള്ള തിരികല്ലല്ല ഇവിടെ വിശദീകരിക്കുന്നത്. പിന്നെ യൗവനക്കാരന്റെ ജീവിതത്തെ ധന്യമാക്കാത്ത വിധം അവനെ ഇടർച്ചയിലേക്ക്, പതർച്ചയിലേക്ക് വീഴ്ത്തിക്കളയുവാൻ പര്യാപ്തമായ ചില ഭാരങ്ങളെയാണ് ഇവിടെ തിരികല്ല് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നാം അറിയണം. और हमें ये जानना है कि यहाँ पर वास्तविक चक्की के बारे में नहीं बताया गया है, कुछ ऐसी बातें जो उसको भटकाती हैं, गिराती हैं, लड़खड़ाने के लिए मजबूर करती हैं, आशीषित नहीं होने देती हैं, उन बातों को यहाँ पर चक्की के रूप में बताया गया है। പഠിക്കാൻ സ്കൂളിലേക്ക് പോയവൻ പുകവലി തുടങ്ങിയാൽ അതൊരു തിരികല്ലാണ്. കോളേജിലെത്തിയപ്പോൾ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വേറൊരു തിരികല്ലാണ്. അവൻ കോളേജിലെ നേതാവായി മാറിയെങ്കിൽ, പാർട്ടിയുടെ പ്രവർത്തകനായി മാറിയെങ്കിൽ അത് അവന് ഭാരമുള്ളൊരു തിരികല്ലാണ്. അവന്റെ ടാസ്ക് പൂർത്തീകരിക്കാനാവാതെ ഈ തിരികല്ലുമായി ചുമന്ന് ജീവിതം അന്യാധീനമാകേണ്ടതായി വരും. पढ़ने के लिए स्कूल में जाने वाला अगर धूम्रपान करने लगे तो वो उसके लिए चक्की का पाठ है। कॉलेज में जाकर अगर वो नशीली दवाइयों का सेवन करने लगे, अगर वो राजनीतिक पार्टियों का कार्यकर्ता बन जाए, उनमें शामिल हो जाए, तो वो उसके लिए बेकार का बोझ है, वो उसको भटका सकता है, लड़खड़ाने के लिए मजबूर कर सकता है। പഠനമെന്ന ടാസ്ക് ഏൽപ്പിക്കപ്പെട്ടവൻ പഠനകാലത്തിൽ ഒരു പ്രേമത്തിൽ അകപ്പെട്ടു പോയെങ്കിൽ, ലവ് അഫയറിലായി പോയെങ്കിൽ അത് അവൻ അല്ലെങ്കിൽ അവൾ ചുമക്കുന്ന തിരികല്ലാണ്. അത് നിമിത്തം ഇടറി വീണു പോകാനിടയാകും. जिसको पढ़ने की जिम्मेदारी सौंपी गई है, पढ़ने के समय में अगर वो प्रेम प्रसंग में, लव अफेयर में फंस जाता है या फंस जाती है, तो उस लड़के या लड़की के लिए वो चक्की का पार्ट बन जाता है। പാസ്റ്റർ ജയ്മോൻ അവരുകൾ പഠിച്ച ബൈബിൾ സ്കൂളിൽ അദ്ദേഹത്തോടൊപ്പം പഠിച്ച എല്ലാവരും ഒന്നും പാസ്റ്റർമാരായിട്ടില്ല. അദ്ദേഹം രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഊഷര ഭൂമി തെരഞ്ഞെടുത്ത് ഇന്ന് അഭിമാനത്തോടെ നിൽക്കുന്നു. പക്ഷെ അദ്ദേഹത്തോടൊപ്പം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച പല ആളുകളും ടാസ്ക് മാറി ആവശ്യമില്ലാത്ത തിരികല്ല് ചുമന്നിട്ട് ഇപ്പോൾ ബ്രോക്കർമാരായും വസ്തു കച്ചവടക്കാരായും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. ടാസ്കിൽ നിന്ന് വ്യതിചലിച്ചവരാണവർ. पास्टर जैमोन जिस बाइबल कॉलेज में पढ़े थे, वहां उनके साथ पढ़ने वाले सब के सब पास्टर नहीं बने हैं। परमेश्वर के दास ने राजस्थान को चुना, रेगिस्तान की जगह को चुना, वहां पर बड़े अभिमान के साथ वो सेवा कर रहे हैं, लेकिन उन्हीं के साथ, उन्हीं की बेंच पर बैठने वाले बहुत से लोगों ने अपने काम को बदल दिया, जिम्मेदारी को बदल दी। वो ब्रोकर बन गए, वो कुछ बेचने खरीदने वाले लोग बन गए, अपना काम उन्होंने बदल दिया। ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള അനാവശ്യമായ ഭാരങ്ങളിലേക്ക്, അനാവശ്യമായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് മാറുന്നതിനെയാണ് തിരികല്ല് ചുമക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. परमेश्वर के वचन के खिलाफ बेकार की बातों में उलझना, बेकार के कामों में उलझना यहाँ पर चक्की के पार्ट के रूप में बताया गया है। ഈ തിരികല്ലുകളോട് നോ എന്ന് തന്റെ ഇടത്തോടെ പറയാൻ കഴിയണമെങ്കിൽ, നമ്മുടെ മേൽ കെട്ടിവെക്കാൻ പിശാച് ആഗ്രഹിക്കുന്ന തിരികല്ലുകളെ തട്ടിമാറ്റിക്കൊണ്ട് അഭിമാനത്തോടെ മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി ഓരോ യുവാവും യുവതിയും പ്രാപിച്ചേ മതിയാകൂ. इन चक्की के पार्टों को अगर हिम्मत के साथ ना कहना है, शैतान हमारे ऊपर जो बोझ लादना चाहता है, बेकार के कामों को लादना चाहता है, उसको अगर ना कहना है, तो पवित्र आत्मा का अभिषेक हर एक जवान पर होना जरूरी है।
നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നത് കൊണ്ട് ഇതിനകത്തേക്ക് അതിന് വിരുദ്ധമായ, അതിന് യോഗ്യമല്ലാത്ത യാതൊന്നും കെട്ടിവെക്കാൻ, യാതൊന്നും ഇതിനകത്തേക്ക് നൽകാൻ പിശാചിനെയോ ലോകത്തെയോ ജഡത്തെയോ അനുവദിക്കാതിരിക്കുക. കാരണം നാം തിരികല്ല് ചുമക്കേണ്ടവരല്ല. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന, മാതാപിതാക്കൾ ഏൽപ്പിക്കുന്ന, സഭ ഏൽപ്പിക്കുന്ന ദൗത്യത്തെ ചുമക്കേണ്ടവരാണ്. और शैतान आपके शरीर के अंदर, आपका शरीर परमेश्वर की आत्मा का मंदिर है, उसके अंदर शैतान को या शरीर को या दुनिया को कुछ भी ऐसा न लाने दे, न रखने दे जो परमेश्वर के वचन के खिलाफ है, परमेश्वर के खिलाफ है। क्योंकि आप चक्की के पाट उठाने के लिए नहीं है, आपको परमेश्वर ने जो काम सौंपा है, माता पिता ने, कलीसिया ने जो काम सौंपा है, आप उस जिम्मेदारी को पूरा करने के लिए। ഇവിടെ തിരികല്ല് ചുമക്കുന്നവരെ കുറിച്ച് വേറൊരു കാര്യം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യൗവനക്കാരെ സംഗീതത്തിന് കാണുന്നില്ല. और चक्की जो चलानी पड़ती है जिनको, उनके बारे में 14वें वचन में एक और बात लिखी है कि न जवानों का गीत सुनाई पड़ता है। സംഗീതത്തിന് കാണുന്നില്ല എന്ന് പറയുന്നതിന്റെ യഥാർത്ഥമായ ഭാഷ്യം എന്ന് പറയുന്നത് ആരാധനയ്ക്ക് കാണുന്നില്ല എന്നുള്ളതാണ്. ദൈവിക കാര്യപരിപാടിക്ക് അവരെ കിട്ടുന്നില്ല എന്നതാണ്. जवानों का गीत सुनाई न देना, इसका मतलब ये है कि वो लोग आराधना में नजर नहीं आते हैं, परमेश्वर के कामों में वो लोग दिखाई नहीं देते हैं। യൗവനക്കാര് വളരെ അധികമായി നമ്മുടെ ആരാധനാലയങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലമാണിത്. സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ട്യൂഷൻ ഉണ്ട്, എക്സാം ആണ് എന്നൊക്കെ പറഞ്ഞ് ആരാധനാലയത്തിൽ നിന്ന് അകന്നു പോകാൻ അവര് ശ്രമിക്കുന്നു. കാരണം ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ പല ഗെറ്റ് ടുഗദറുകളിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നു, അവർ ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആരാധനയേക്കാൾ വലുതായി അവർ വേറെ പലതിനെയും കാണുന്നുണ്ട്. ആ ഒരു അനുഭവമാണ് യെരമ്യാവ് ഇവിടെ പറയുന്നത്, യൗവനക്കാരെ ആരാധനയ്ക്ക് കാണുന്നില്ല എന്നത്. और जवान जो आराधना में नहीं आते, आज हमारा एक ऐसा समय है जहां पर हमारे आराधनालयों में जवानों की संख्या बहुत कम से कम होती जा रही है। वो आराधनालयों की बजाय ऐसी जगहों पर जाना पसंद करते हैं जहां पर वो उनको अच्छा लगता है, वो दूसरी बातों को आराधना से ज्यादा महत्व देते हैं, कुछ ऐसी चीजों को, ऐसी संगतियों को ज्यादा महत्व देते हैं जहां पर उनको ज्यादा दिलचस्पी महसूस होती है। उसी बात को यिर्मयाह यहाँ पर कहता है कि जवानों का गीत सुनाई नहीं देता है। അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു കാരണവശാലും പ്രാർത്ഥനാ മുറിയിൽ നിന്നും, വേദപുസ്തകത്തിൽ നിന്നും, ആരാധനാലയത്തിൽ നിന്നും, ആത്മീയ കൂട്ടായ്മകളിൽ നിന്നും നിങ്ങൾ അകന്നു പോകരുത്. അതിൽ പ്രബലമായി നിലകൊള്ളാൻ ഇടയാകുമ്പോൾ ലഭിക്കപ്പെടുന്ന ഒരു ആത്മീയ ആർജവത്വമുണ്ട്. അതുകൊണ്ടാകണം നമ്മൾ ടാസ്ക് പൂർത്തീകരിക്കേണ്ടത്. और इसीलिए शुरुआत में मैंने आपको बताया कि आपको परमेश्वर के वचन से, आराधना से, व्यक्तिगत प्रार्थना से, संगति से, आत्मिक संबंधों से दूर नहीं जाना है, क्योंकि उससे हमें एक आत्मिक ऊर्जा मिलती है और वही ऊर्जा हमें अपनी जिम्मेदारियों को पूरा करने में समर्थ बनाती है। ഇടറിപ്പോകാതിരിക്കേണ്ടതിന് നാം ചെയ്യേണ്ട അടുത്ത ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. യോവേൽ പ്രവചനം 2:28 വാക്യത്തിലേക്ക് നാം വരുന്നു. സകല കുഞ്ഞുങ്ങളും അറിയണം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28. അതാണ് ഞാൻ കുറിവാക്യമായി അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചു കേൾപ്പിച്ചത്. അവിടെ നാം വായിക്കുന്നത്, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കണം എന്നതാണ്. യോവേൽ chapter 2 verse 28. लड़खड़ाने से बचने के लिए आगे क्या करना है, उसके अगले बिंदु की ओर हम आ रहे हैं और उसको हम योएल 2:28 में देखते हैं। और जैसा शुरुआती वचन मैंने लिया था प्रेरितों के काम में, वही वचन यहाँ पर है कि तुम्हारे जवान दर्शन देखेंगे। എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണം, നിങ്ങൾ ജീവിതത്തെ കുറിച്ചുള്ള ഉത്തമമായ ദർശനം ഏറ്റെടുക്കുന്നവരായി തീരണം. ആ ദർശനത്തിൽ അധിഷ്ഠിതമായി നിങ്ങളുടെ ജീവിതത്തെ പൂരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ദർശനം തരുന്നത് കർത്താവാണ്. ആ ദർശനത്തെ പൂർത്തീകരിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതും കർത്താവും, കർത്താവിന്റെ ആത്മാവും, ദൈവത്തിന്റെ വചനവുമാണ്. सारे जवान मेरी बातों को ध्यान से सुने कि आपका अपनी जिंदगी के बारे में एक श्रेष्ठ, एक उत्तम दर्शन होना चाहिए। दर्शन परमेश्वर देता है और दर्शन को पूरा करने में हमारी मदद भी परमेश्वर करता है। परमेश्वर का आत्मा और उसका वचन उसे पूरा करने में हमारी मदद करता है। ദർശനം പ്രാപിക്കാത്ത ഏത് യുവാവും ഏത് യുവതിയും വഴിയാത്രയിൽ ഇടറിപ്പോകും. അവർക്ക് അവരുടെ ദൗത്യത്തെ പൂർത്തീകരിക്കാൻ കഴിയാതെ ജീവിതം അന്യാധീനമായി പോകാനിടയാകും.
जिस युवक और युवती के पास में दर्शन नहीं है, जिन्होंने दर्शन नहीं पाया है, वो आगे नहीं बढ़ सकते हैं, वो अपनी जिंदगी में भटक जाते हैं। ദർശനം പ്രാപിച്ച വ്യക്തികൾ പലരും തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ എനിക്കേറെ ഇഷ്ടമുള്ള ഒന്ന് രണ്ട് ചെറുപ്പക്കാരെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അത് ഒന്ന് ഉൽപ്പത്തി പുസ്തകം യോസഫാണ്. दर्शन पाए हुए कई जवानों को हम पवित्र वचन में देखते हैं और उनमें से कुछ मुझे बहुत पसंद है। उनमें से एक यूसुफ उत्पत्ति की पुस्तक में हम देखते हैं। രണ്ടാമത് യുവാവായിരുന്ന യോശുവ ദർശനം പ്രാപിച്ചവനായിരുന്നു. और दूसरा एक जवान यहोशू, वो भी दर्शन पाया हुआ व्यक्ति था। മൂന്നാമത് മറ്റൊരു വ്യക്തിയുണ്ട്, അത് ദാനിയേലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ദാനിയേലിനെ കുറിച്ച് ചിന്തിച്ചതാണ്. ദർശനം പ്രാപിച്ച ഒരു യുവാവായിരുന്നു അദ്ദേഹം. और तीसरा एक जवान था दानियल, जिसके बारे में पिछले दिनों में हमने सोच विचार किया था। वो भी दर्शन पाया हुआ व्यक्ति था, दानियल। ഇവരൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ദർശനം കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് ആ ദർശനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, അവരെ ഏൽപ്പിച്ച ദൗത്യം വിട്ടുകളയാതെ അതിനെ പൂർത്തീകരിച്ച ചരിത്ര താരങ്ങളായി വിശുദ്ധ ബൈബിളിൽ തിളങ്ങി നിൽക്കുന്നവരാണ്. और ये ऐसे जवान हैं जिन्होंने बहुत छोटी उम्र में ही परमेश्वर से उसका दर्शन प्राप्त किया। वो दर्शन से भटके नहीं, उसी दर्शन में बने रहे, उसी के अनुसार आगे बढ़े और वो आगे चलकर इतिहास के पन्नों में, वो बाइबल में सुनहरे अक्षरों में चमकते हुए नजर आ रहे हैं। യോസഫ് കണ്ട ദർശനം തന്റെ മാതാപിതാക്കളോട് തന്റെ സഹോദരന്മാരോട് പറയുമ്പോൾ അവർ അവനോട് അസൂയപ്പെടുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് യോസഫ് പിന്നീട് സഹോദരന്മാരാൽ നിഷേധിക്കപ്പെടുന്നതും കുഴിയിൽ അകപ്പെടേണ്ടി വരുന്നതും മിസ്രൈമിലേക്ക് വിൽക്കപ്പെടേണ്ടി വന്നതും ദർശനം കണ്ടതിന്റെ അസൂയയിൽ സംഭവിച്ചതാണ്. പിന്നീട് ചരിത്രം മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. और यूसुफ अपने दर्शन को अपने भाइयों को, माता पिता को बताता है, तो हमें पता है कि वो उससे डाह करने लगते हैं और उसी डाह के कारण, दर्शन मिलने के द्वारा जो डाह भाइयों में उत्पन्न हुई, उसी के कारण उसको बेचा जाता है, अंधे कुएं में फेंका जाता है, फिर वो आगे परेशानियों में फंसता है। लेकिन उसके बाद हम देखते हैं कि इतिहास पलटता भी है। ഞാൻ ആരാകും, ഞാൻ എവിടെ എത്തും, എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ് എന്നതിനെ കുറിച്ചുള്ള വിഷൻ തനിക്ക് ലഭിക്കപ്പെട്ടത് കൊണ്ടാണ് കുഴിയിൽ താൻ പരാതിപ്പെടുന്നില്ല. ചെയ്യാത്ത കുറ്റത്തിന് കുണ്ടറയിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും താൻ പരാതിപ്പെടുന്നില്ല. ആരോടും പരാതികളോ പരിദേവനങ്ങളോ ഇല്ലാതെ ദൈവം തന്റെ മുമ്പിൽ വാതിൽ തുറക്കുന്നതുവരെയും സഹനത്തോടെ നിൽക്കാൻ കാരണം താൻ കണ്ട ദർശനമാണ് എന്ന് നാം തിരിച്ചറിയണം. और हमें इस बात को समझना है कि जब वो कुएं में गिरता है या बिना किसी अपराध के जब वो जेल में जाता है, तब भी वो किसी से शिकायत नहीं करता है, कुछ भी वो उलट कर दोष नहीं लगाता है, क्योंकि उसको पता था कि मैं क्या बनूंगा, मुझे कहां तक पहुंचना है, परमेश्वर मुझे क्या पहुंचाएगा। वो एक दर्शन उसके मन में था, इसीलिए वो बिना दोष लगाए, बिना शिकायत किए धीरज से सहता रहता है। യോസഫ് കണ്ട ദർശനത്തിന്റെ പ്രധാനമായ കാതൽ തന്റെ കറ്റ നിവർന്നു നിൽക്കുകയും ബാക്കിയുള്ള കറ്റകൾ തന്റെ കറ്റയെ നമസ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അവന്റെ ഉൾത്തടത്തിൽ ഉണ്ടാക്കിയ ഒരു ആത്മപ്രേരണയുണ്ട്, ഒരു വിശേഷമായിരിക്കുന്ന ലക്ഷ്യം അവൻ അതിലൂടെ സാധ്യമാകാനിടയായി. ഞാൻ എന്നും ഇങ്ങനെ താണു കിടക്കേണ്ടവനല്ല, ഞാൻ ഒരു ദിവസം നിവരും എന്നുള്ള ആ ഉത്തമമായ ബോധ്യത്തിൽ അധിഷ്ഠിതമായി നിലകൊണ്ടതുകൊണ്ട് യോസഫ് എന്നതാ ഒരു മഹാചരിത്രമായി നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നത്. और यूसुफ का दर्शन, उसका मूल ये था कि बाकी सारे पूले उसके पूले के सामने, उसका पूला सीधा खड़ा हो जाता है और बाकी सबके पूले उसके सामने दंडवत करते हैं। तो इससे उसके अंदर एक प्रेरणा जागती है, एक एहसास उसके अंदर आता है कि मैं हमेशा ऐसे नीचे गिरा हुआ, दबा हुआ नहीं रहूंगा। एक समय आएगा जब मैं सीधा उठूंगा, मेरी हालत बदलेगी। उस बात को उसने अपने मन में स्वीकार किया, उस पर वो स्थिर रहा, इसीलिए वो एक ऐतिहासिक पुरुष बन गया। അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങൾ ജനിച്ച വീടിന്റെ പശ്ചാത്തലമോ, നിങ്ങൾ ജനിച്ച നാടിന്റെ പശ്ചാത്തലമോ, നിങ്ങളുടെ മാതാപിതാക്കളുടെ സാമ്പത്തികമില്ലായ്മയോ, നിങ്ങളെ വളർത്തുവാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അധികം ആളുകളില്ല എന്നുള്ളതൊന്നും ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. തിരുസന്നദ്ധിയിലേക്ക് മുഴങ്കാൽ മടക്കുക. രാത്രിയുടെ നിശബ്ദതയിൽ, പകലിന്റെ ഏകാന്തതയിൽ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദർശനത്തെ മുറുകെ പിടിക്കുക. ആ ദർശനം നിങ്ങളിൽ നിവർത്തിയാകേണ്ടതിന് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളുടെ
വളരെ ശോചനീയമായ പരിതസ്ഥിതിയിൽ നിന്ന് ഉന്നതമായ തലങ്ങളിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കാരണമാകും. और मुझे सुनने वाले बच्चों से मैं ये कहना चाहता हूं कि आप अपने परिवार की पृष्ठभूमि, आपके परिवार की गरीबी या आपको ऊंचा उठाने वाला, आगे बढ़ाने वाला कोई नहीं है, ये सोचकर आपको परेशान होने की जरूरत नहीं है। परमेश्वर की उपस्थिति में आप घुटने टिकाएं, रात की खामोशी में, दिन की एकांत समय में परमेश्वर के सामने उसके दर्शन को आप थामे रहें। उसमें अगर आप आगे बढ़ेंगे तो वो आपको आगे बढ़ाने वाला परमेश्वर है, ऊंचा उठाने वाला परमेश्वर है। ഈ ദർശനം കർത്താവ് തരുമ്പോൾ അതിനകത്ത് സ്വർഗീയ ദർശനത്തിൽ പ്രധാനമായും 3 കാര്യങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ ദൈവദാസിദാസന്മാരും തിരിച്ചറിയേണ്ടതുണ്ട്. और हर एक जवान को, बच्चे को, परमेश्वर के दास दासियों को ये बात जाननी है कि जब परमेश्वर एक दर्शन देता है तो उसमें 3 बातें शामिल होती हैं। സ്വർഗീയ ദർശനത്തിന് 3 വിശേഷമായിരിക്കുന്ന തലങ്ങളുണ്ട്. ഒന്ന് ആത്മീയ അവബോധമാണ്, സ്പിരിച്വൽ അവയർനെസ് ആണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് സ്വയാവബോധമാണ്, എന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസ് ആണ്. മൂന്നാമത്തേത് ദൗത്യാവബോധമാണ്, മിഷൻ അവയർനെസ് ആണ്. स्वर्गीय दर्शन के अंदर 3 बातें शामिल होती है। एक है आत्मिक जागरूकता है, दूसरा खुद के बारे में जागरूकता है, और तीसरा मिशन के बारे में या अपनी जिम्मेदारी के बारे में एक जागरूकता है। ദർശനം പ്രാപിച്ചവർക്ക് ഒന്നാമത് ലഭിക്കപ്പെടുന്നത് ആത്മീയ അവബോധം, സ്പിരിച്വൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ്, ആ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്, ആ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്, ദൈവത്തിന്റെ വ്യവസ്ഥകൾ എന്താണ്, അങ്ങനെ ആത്മീയമായ കാര്യങ്ങളാണ് സ്പിരിച്വൽ അവയർനെസ് എന്ന് പറയുന്നത്. जिसको दर्शन मिलता है उसको सबसे पहले एक आत्मिक जागरूकता प्राप्त होती है, आत्मिक एहसास। यानी इसका मतलब परमेश्वर कौन है, उसके काम क्या हैं और वो किस तरह से कार्य करता है, आत्मिक बातों के बारे में एक जागरूकता उसको प्राप्त होती है। കർത്താവ് ആരാണ് എന്ന ദർശനം പ്രാപിച്ചവൻ അപ്പന്റെ ശമ്പളമില്ലായ്മയും അമ്മയുടെ ജോലിയില്ലായ്മയും നല്ല വീടില്ലായ്മയും കാറില്ലായ്മയും ഒന്നും വലുതായി കാണത്തില്ല. ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ആര് എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്നെ നടത്തുവാൻ മതിയായവൻ എന്ന ഉത്തമ ബോധ്യത്തിലേക്ക് വരുമ്പോൾ അതാണ് ആത്മീയ അവബോധം അഥവാ സ്പിരിച്വൽ അവയർനെസ്. ആ ഒരു ധൈര്യത്തിൽ മുൻപോട്ട് പോകാൻ കാരണമായി തീരും. जिसने ये दर्शन पाया है कि मेरा प्रभु कौन है, वो अपने परिवार की कम आय, अपने माता पिता की गरीबी या किसी भी ऐसी परिस्थिति को देखकर परेशान नहीं होगा, क्योंकि वो ये कहेगा कि मैंने जिस पर विश्वास किया है उसे मैं जानता हूं। इसी को हम आत्मिक जागरूकता कहते हैं। എന്റെ ദൈവം സർവശക്തന, സർവജ്ഞാനിയ, സർവവ്യാപിയ, സർവ അധികാരിയാണ് എന്നിത്യാദി വസ്തുതകൾ ദർശനത്തിലൂടെ ആത്മീയ അവബോധമായി ലഭിക്കപ്പെടുന്നവൻ പതറാതെ, ഇടറാതെ, ശത്രുവിന്റെ മുൻപിൽ തലകുനിച്ചു കൊടുക്കാതെ, പാപത്തിന് മുമ്പിൽ വിധേയപ്പെടാതെ നെഞ്ചുറപ്പോടെ നിൽക്കാനിടയാണ്. जिसको ये दर्शन मिला है कि मेरा परमेश्वर सर्वज्ञानी है, सर्वव्यापी है, सर्व सामर्थी है और संपूर्ण अधिकार उसके पास में है, वो न तो शैतान से हारता है, न वो पाप के सामने घुटने टेकता है, वो पूरी सामर्थ के साथ में, पूरी हिम्मत के साथ में स्थिर रहता है। രണ്ടാമത് ദർശനത്തിനകത്തുള്ളത് സെൽഫ് അവയർനെസ് ആണ്. ഞാൻ ആരാണ്? ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ ആരാണ്? എന്റെ ദൈവം ഇന്നതാണെങ്കിൽ ഞാൻ ആ ദൈവത്തിന് മുൻപിൽ ആരാണ്? ഞാൻ ഒന്നുമില്ല. ഞാൻ എന്താകണം എന്നതിനെ കുറിച്ച് വ്യക്തിപരമായ ഒരു അവയർനെസ് നമുക്ക് ലഭിക്കപ്പെടുകയാണ്. और दर्शन से जुड़ी दूसरी बात यह है खुद के बारे में एक जागरूकता कि मैं कौन हूं। कल मैंने इसके बारे में बताया था तो उसको दोहराना नहीं चाहता। अगर मेरा परमेश्वर ऐसा है तो उसके संबंध में मैं कौन हूं, मुझे क्या बनना है, खुद के बारे में ऐसी जागरूकता दर्शन पाए हुए व्यक्ति को मिलती है। ദർശനത്തിനകത്തുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്തു ചെയ്യണം, അതാണ് ദൗത്യാവബോധം അഥവാ മിഷൻ അവയർനെസ്. എന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം എന്താ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്. യോസഫ് ആ ദർശനം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനു വേണ്ടി ഫറവോനുമായിട്ടുള്ള ആ ഒരു സഹകരണത്തിൽ അതിനുള്ള വഴി തുറക്കപ്പെടാനും, മാത്രമല്ല ഈ യാക്കോബും കൂട്ടരും അവിടെ വരുമ്പോൾ അവർക്ക് ഗോശൻ ദേശത്ത് പാർക്കാനും ഒക്കെയുള്ള വിശാലമായ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നത് യോസഫിനെ ദൈവം അവിടെ അയച്ചതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് താൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്.
दर्शन से जुड़ी तीसरी बात ये है कि मुझे करना क्या है, परमेश्वर ने मुझे सौंपा क्या है, या फिर मेरी जिम्मेदारी क्या है, मेरा मिशन क्या है। यूसुफ को ये दर्शन प्राप्त था, इसीलिए वो इस्राएलियों के छुटकारे के संबंध में फिरौन के साथ में मिलकर सहयोग करता है, और उसके साथ साथ याकूब और उसका परिवार जब मिस्र में आते हैं तो उनके संबंध में जो कुछ भी वो करना था वो इसलिए यूसुफ करता है क्योंकि उसके अंदर ये एहसास था कि मेरी जिम्मेदारी क्या है, परमेश्वर ने मुझे क्या काम सौंपा है। എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും എല്ലാ യുവയുവാക്കന്മാരും അറിയേണ്ട കാര്യം, മോനെ നിന്നെ നീ ജനിച്ച വീട്ടിൽ ജനിപ്പിച്ചത് ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്തുകൊണ്ട് നിന്നെ അംബാനിയുടെ മോനായിട്ട് ജനിപ്പിച്ചില്ല? എന്തുകൊണ്ട് നിന്നെ അദ്ദാനിയുടെ മോനായിട്ട് ജനിപ്പിച്ചില്ല? നിന്നെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിപ്പിച്ചതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ കുടുംബത്തിന്റെ ഉദ്ധാരണം, നിന്റെ മാതാപിതാക്കളുടെ, നിന്റെ സഹോദരങ്ങളുടെ, നിന്റെ ചാർച്ചക്കാരുടെ, നിന്റെ ബന്ധുമിത്രാദികളുടെ, അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് നിന്നെ ആ വീട്ടിൽ ജനിപ്പിച്ചത് എന്ന് നീ തിരിച്ചറിയണം. ആ ഒരു ദൗത്യ ബോധത്തിലേക്ക് നീ വന്നേ മതിയാകുകയുള്ളൂ. और मुझे सुनने वाले सारे बालकों से, सारे बच्चों से, जवानों से, युवकों युवतियों से मैं कहना चाहता हूं कि आप जिस परिवार में जन्मे हैं वो परमेश्वर की इच्छा है। उसने आपको अंबानी के घर में पैदा क्यों नहीं किया, उसने आपको अडानी के घर में पैदा क्यों नहीं किया, उसके पीछे परमेश्वर का एक उद्देश्य है। वो ये है कि आपके द्वारा वो आपके परिवार को, सगे संबंधियों को, आपके रिश्तेदारों को उद्धार की ओर लेकर आना चाहता है, इसीलिए उसने आपको आपके परिवार में जन्म दिया है। മോനെ നിന്നെ എന്തുകൊണ്ട് ഒരു പാസ്റ്ററുടെ മകനായി ജനിപ്പിച്ചു? ഒരു बेटा പ്രാർത്ഥിക്കുന്ന आपको മമ്മിയുടെ മകളായി നിന്നെ എന്തുകൊണ്ട് ജനിപ്പിച്ചു? നിന്നെ എന്തുകൊണ്ട് ഒരു വിശ്വാസ ഭവനത്തിൽ ജനിപ്പിച്ചു? അതല്ലെങ്കിൽ നിന്നെ എന്തുകൊണ്ട് വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു വീട്ടിൽ ജനിപ്പിച്ചിട്ട് ഈ ക്രൈസ്തവ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു? അതിന്റെ ഒക്കെ പിന്നിൽ ദൈവത്തിനൊരു മിഷൻ ഉണ്ട്. ആ മിഷൻ എന്താണെന്ന വിഷൻ നീ ഏറ്റെടുക്കുമ്പോഴാണ് നിന്റെ ജീവിതം ക്രിസ്തുവിൽ ധന്യമാകുന്നത്. बेटा तुझे परमेश्वर ने, परमेश्वर के दास का, एक पास्टर का बेटा क्यों बनाया, एक प्रार्थना करने वाली मम्मी का बेटा क्यों बनाया, या फिर तुझे एक अलग विश्वास से इस विश्वास में परमेश्वर क्यों लेकर आया, इस के बारे में परमेश्वर का एक मिशन है। और उस मिशन का दर्शन जब आपको मिल जाएगा तब आप इस बात को स्वीकार कर पाएंगे। അതുകൊണ്ട് ജീവിതത്തിന്റെ ദർശനങ്ങളെ പ്രാപിച്ച് വിജയകരമായി ഈ യൗവനകാലത്തെ പൂർത്തീകരിക്കാൻ കഴിയണം. ഈ ദൗത്യാവബോധവും സ്വയാവബോധവും പ്രാപിക്കാത്തവന്റെ എത്തിക്സ് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി പോകും. और इसलिए जिंदगी में इस दर्शन को पाकर हम आगे बढ़े, जिसके अंदर खुद के बारे में जागरूकता नहीं है, दर्शन के मिशन के बारे में जागरूकता नहीं है, उसकी नैतिकता टूट जाती है, बिखर जाती है। മാതാപിതാക്കളൊക്കെ വളരെ ഗൗരവമായി കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി കണ്ണുനീർ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ദൈവസന്നിധിയിൽ പണം മുടക്കിയാൽ മാത്രം പോരാ. ദൈവസന്നിധിയിൽ നിങ്ങൾ കണ്ണുനീർ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ മകനും മകളും അന്യാധീനപ്പെടത്തില്ല. ദർശനത്തിനനുസൃതമായി ദർശനം പ്രാപിക്കുകയും ദർശനത്തിനനുസൃതമായി അവരെ ജീവിക്കുവാനും കാരണമായി തീരും. माता पिताओं को बड़ी गंभीरता से परमेश्वर की उपस्थिति में अपने बच्चों के लिए, अपने बेटों बेटियों के लिए आंसुओं का निवेश करने की, आंसुओं को बहाने की जरूरत है। सिर्फ पैसा खर्च करना ही काफी नहीं है, आपको आंसू बहाने की जरूरत है। अगर आप ऐसा करेंगे तो न केवल वो दर्शन पाएंगे बल्कि दर्शन के अनुसार जिंदगी भी बिताएंगे। അടുത്ത ചിന്ത ഞാൻ നിങ്ങളിലേക്ക് നൽകിത്തരാൻ ആഗ്രഹിക്കുന്നത്, യൗവനക്കാർ സ്വയം പര്യാപ്തതയിലേക്ക് വന്നേ പറ്റുകയുള്ളൂ. സ്വയം പര്യാപ്തത. और अगला विचार जो मैं आपको बताना चाहता हूं वो ये कि जवानों को स्वयं पर्याप्तता की ओर आना ही होगा, ये उनके लिए जरूरी है। യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 18-ാമത് വാക്യമാണ് അതിന് ആധാരമായി നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. John the Gospel chapter 21 verse 18. और उसके लिए मैं आपको यूहन्ना का सुसमाचार 21वां अध्याय उसका 18वां वचन देना चाहता हूं। ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി. അതാണ്, ആ ഒരു വാചകത്തെയാണ് ഞാൻ കൂടുതലായിട്ട് പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യൗവനക്കാരൻ സ്വയമായി അരകെട്ടണം. तो यहां पर लिखा है, जब तू जवान था तो अपनी कमर बांधकर। इस हिस्से पर मैं ज्यादा जोर देना चाहता हूं कि जवानों को खुद अपनी कमर कसने लायक बनना होगा।
എന്ന് പറഞ്ഞാൽ യൗവനക്കാർ ആയിക്കഴിയുമ്പോൾ മറ്റൊരാളുടെ സഹായത്തിനും ഔദാര്യത്തിനും നിൽക്കാതെ സ്വന്തമായി ചിലത് ചെയ്യാൻ കരുത്തുള്ളവനാകണം. यानी अगर हम जवान हो गए हैं तो दूसरों की मदद का आसरा लिए बिना, उन पर निर्भर हुए बिना हमें खुद अपना काम करने में निर्भर बनना है, अपने ऊपर निर्भर बनना है. തീരെ കുഞ്ഞുങ്ങളായിരുന്ന കാലത്ത് എടുത്തോണ്ട് നടക്കാനും നെഞ്ചകത്തോട്ട് ചേർത്ത് വയ്ക്കാനും വാരിത്തരാനും കോരിത്തരാനും ഉടുപ്പിക്കാനും കുളിപ്പിക്കാനും നടത്തിക്കൊണ്ടു പോകാനും ഒക്കെ മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരും കൂടെയുണ്ട്. അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം. जब बहुत छोटे थे तो हमें उठाने के लिए, गोद लेने के लिए, गले लगाने के लिए, खिलाने के लिए, हाथ पकड़ के चलाने के लिए, नहलाने के लिए, सबके लिए माता पिता थे, हमारे साथ लोग थे. ये हम अच्छी तरह से जानते हैं. പക്ഷെ യൗവനത്തിലേക്ക് നീ വരുമ്പോൾ അതെല്ലാം വിട്ടിട്ട് നീ ആ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ടാ ചെയ്യുക എന്നതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും മറ്റാരുടെയും ഔദാര്യമില്ലാതെ നിനക്ക് നിലകൊള്ളാൻ കഴിയുന്ന ആ കഴിവിനെയാണ് സ്വയം പര്യാപ്തതയിലാകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. लेकिन जब आप जवानी की ओर आ जाते हैं तो वो सारे के सारे काम आप खुद करने लगते हैं. बिल्कुल उसी तरह से जब आप जवानी की ओर आते हैं तो दूसरों की मदद पर आश्रित होने की बजाय अपने कामों को खुद करना ही आत्मनिर्भरता कहलाता है. 10-25 വയസ്സായിട്ടും മുടി വെട്ടണമെങ്കിൽ താടി വടിക്കണമെങ്കിൽ അപ്പന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കേണ്ടി വരുന്ന ഒരു ഗതികേടിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. आप एक बार सोच कर देखिए कि 20-25 साल हो गए फिर भी बाल कटवाने के लिए, दाढ़ी बनाने के लिए अब भी पापा से कुछ पैसा मांगना पड़ता है. उस दयनीय हालत को एक बार सोचिए. കവലയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ചായ വാങ്ങിച്ചു കുടിക്കണമെങ്കിൽ മമ്മി പൈസ തന്നെങ്കിലേ പറ്റുള്ളൂ എന്ന സ്ഥിതിയിൽ കഴിഞ്ഞുകൂടുന്ന കുറേയേറെ ജവാന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ऐसे बहुत से जवानों को हम देख सकते हैं कि जब बाजार में निकलते हैं, एक कप चाय पीनी है तो केवल तभी हो पाएगा जब मम्मी कुछ खर्चा देगी. ഇവിടെ കർത്താവ് പറയുകയാണ്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി എന്നാണ് പറയുന്നത്. यहाँ पर प्रभु ये कह रहा है कि जब तू जवान था तो तू खुद अपनी कमर बांध कर. ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളെ നമ്മൾ ചിന്തിക്കണം. ഏറ്റവും എളുപ്പമായിരുന്നപ്പോൾ മറ്റുള്ളവരാൽ നമ്മളെ സംരക്ഷിച്ചത്. ഇനി ഒത്തിരി പ്രായമാകുമ്പോഴും മറ്റുള്ളവരാൽ നമ്മൾ സംരക്ഷിക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. जिंदगी को 3 हिस्सों में बांटकर देखिए. जब हम बहुत छोटे थे तो दूसरों की मदद हमारे लिए जरूरी थी. जब हम बहुत बुजुर्ग हो जाएंगे तब भी दूसरों की मदद हमारे लिए जरूरी होगी. എന്നാൽ യൗവനകാലത്തിൽ ആരുടെയും സഹായമില്ലാതെ തന്നെ നമ്മുടെ സ്വന്തം കാലുകൊണ്ട് നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഒന്നുകിൽ ശുശ്രൂഷ കൊണ്ട്, അല്ലെങ്കിൽ നല്ല ജോലി സമ്പാദിച്ച്, അതല്ലെങ്കിൽ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് വിയർത്ത് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബത്തെയും സംരക്ഷിക്കണം, വേറെ ആരുടെയും ഔദാര്യമില്ലാതെ തന്നെ. അതാണ് യൗവനക്കാരൻ സ്വയം പര്യാപ്തതയിലാകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. लेकिन जवानी में हमें अपने खुद के पैरों पर खड़ा होना है, या तो सेवकाई के द्वारा या नौकरी के द्वारा, नहीं तो कोई काम करके, पसीना बहाकर, मेहनत करके हमें अपने परिवार को, अपने घर के लोगों को, हमें उनके जीवन यापन के लिए काम करना है. दूसरों से मदद की आस नहीं लगानी है. इसी को मैं यहाँ पर आत्मनिर्भरता कह रहा हूं. ഒരുമാതിരിപ്പെട്ട യൗവനക്കാരൊക്കെ എന്നോട് പിണങ്ങാൻ സാധ്യതയുള്ള ഒരു വാക്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ വാക്യം നിങ്ങൾ അറിയാതെ പോകരുത്. അതെന്തുവാണെന്നറിയാമോ? ചപ്പാത്തിയും ചിക്കനും കൂടെ മുൻപിൽ വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കൂടെ മുമ്പിൽ വയ്ക്കുമ്പോൾ ഒരു വാക്യം നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: വേല ചെയ്യാത്തവൻ തിന്നാൻ പാടില്ല, ഒരു പണിയും ചെയ്യാത്തവൻ ചപ്പാത്തിയെ തൊട്ടുപോകരുത് എന്ന് പുതിയ നിയമമാ പറയുന്നത്, പഴയ നിയമമല്ല. और एक ऐसा वचन मैं आपके सामने रखना चाहता हूं जिसे सुनकर हो सकता है कि जवान युवक युवतियां मुझसे नाराज हो जाएं. और वो इस तरह से वचन है कि जब आपके सामने चिकन करी या सब्जी और रोटी पड़ी है, उस समय वो वचन ये कहता है कि जो काम नहीं करता है, जो मेहनत नहीं करता है, वो रोटी भी नहीं खाए. पुराना नहीं, नया नियम ये बात कहता है. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യമാണ്. അത് മറന്നു പോകരുത്. 2 Thessalonians chapter 3 verse 10 അവിടെ പറയുന്നു, വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നരുത്. 2 थिस्सलुनीकियों 3:10 इस वचन को भूल न जाए. वहां पर लिखा है कि यदि कोई काम करना ना चाहे तो खाने भी न पाए.
ഒരു ജോലിയും ചെയ്യാതെ രാവിലെ മുതൽ മൊബൈലിന്റെ ഡിസ്പ്ലേയിലിട്ട് നോക്കിയിരുന്ന് വയറ് കായുമ്പോ മമ്മി ചപ്പാത്തി എന്ന് പറഞ്ഞ് അടുക്കളയിൽ വരുന്ന ഒരുത്തനും ഒരു ചപ്പാത്തിയും കൊടുക്കരുത്. അത് വചനത്തിന് വിരുദ്ധമാ. വേല ചെയ്യാത്തവൻ തിന്നാൻ പാടില്ല. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളും ഈ വാക്യത്തെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, വേല ചെയ്യാത്തവൻ തിന്നരുതെന്ന വചനമാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേല ചെയ്യാൻ എനിക്ക് വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ ദൈവം തുറക്കുന്ന വഴിയിലൂടെ നീ കയറണം. ദൈവം നിനക്ക് ഉപജീവനത്തിന്റെ വഴി തുറന്നു തരും. അങ്ങനെ സ്വയം പര്യാപ്തതയിലായി സ്വന്തം കൈകൊണ്ട് ചപ്പാത്തിക്കുള്ള വക തേടണം. ചപ്പാത്തി ഞാൻ പറയുന്നത് മലയാളത്തിൽ അധികം പേര് കയറിയിട്ടില്ല. അങ്ങ് നോർത്ത് ഇന്ത്യയിലാ നിങ്ങളുടെ ഇടപാടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചപ്പാത്തിയെ കുറിച്ച് പറയുന്നത്. എനിക്ക് ചപ്പാത്തി വലിയ ഇഷ്ടമുള്ള സംഗതി അല്ല. दिन भर जो निठल्ला बैठा रहता है, मोबाइल की स्क्रीन को देखता रहता है, जब पेट में आग जलती है तो मम्मी रोटी दो कहकर आने वाले एक को भी रोटियां मत देना, क्योंकि वो इस वचन के खिलाफ है। और मुझे सुनने वाले इस सभा में शामिल हर एक जवान को इस वचन पर दावा करते हुए परमेश्वर से प्रार्थना करनी है कि परमेश्वर, तेरा वचन कहता है कि जो काम नहीं करता है वो रोटी भी न खाने पाए। तो परमेश्वर, तू मेरे लिए रास्ता खोल कि मैं काम करूं और अपने लिए जीविका कमाने पाऊं। अगर आप प्रार्थना करेंगे, परमेश्वर आपके लिए रास्ता खोलेगा। जो रास्ता परमेश्वर आपके लिए खोलता है, उस रास्ते में आप आगे बढ़े और उसमें मेहनत करने के द्वारा खुद की जीविका कमाएं। അപ്പന്റെ അമ്മയുടെയും കണ്ണ് നനയുന്നതിന് രണ്ട് പ്രധാന കാരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പന്റെയും അമ്മയുടെയും കണ്ണ് നനയുന്നതിന് രണ്ട് കാരണങ്ങൾ, അതായത് അവര് കരയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. मैं आपको बताना चाहता हूं कि माँ बाप की आंखें दो कारणों से भीग जाती हैं, यानी दो ऐसे कारण हैं जिनके कारण माँ बाप को रोना आ जाता है या उनकी आंखों में आंसू आ जाते हैं। ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ മക്കളെ കൊണ്ട് വീടിന് ഒരു പ്രയോജനവുമില്ലെങ്കിൽ മാതാപിതാക്കളുടെ കണ്ണ് നനയുകയും അവരുടെ ഹൃദയം വല്ലാതെ വേദനപ്പെടുകയും ചെയ്യും. മറന്നുപോകരുത് നീ. जिन बच्चों को जन्म देकर पाल पोस कर बड़ा किया, उनसे घर में अगर कोई फायदा नहीं होता है तो माँ बाप बहुत दुखी हो जाते हैं, उनकी आंखें भीग जाती हैं। इस बात को कभी भूल मत जाना। പ്രായമായ കുഞ്ഞുങ്ങളെ കൊണ്ട് വീടിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഉപകാരമാകുന്നില്ലെങ്കിൽ അവരുടെ ഹൃദയം വല്ലാതെ വേദനിക്കാൻ കാരണമായി മാറും. बच्चे बड़े हो गए हैं, जवान हो गए हैं, लेकिन घर में एक टाइम के खाने में भी उनका कोई योगदान अगर नहीं होता है तो माँ बाप बहुत दुखी हो जाते हैं। ഇനിയും രണ്ടാമത് കണ്ണ് നനയുന്നതിന്റെ കാരണം മകൻ അല്ലെങ്കിൽ മകൾ അധ്വാനിച്ച് കിട്ടിയ ശമ്പളം അമ്മയുടെ അല്ലെങ്കിൽ അപ്പന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ നിറകണ്ണുകളോടെ അല്ലാതെ അവർക്കത് വാങ്ങിക്കാൻ പറ്റില്ല, അവർക്കത് അനുഭവിക്കാൻ പറ്റില്ല. ഇതിൽ ഏത് കാരണം കൊണ്ടായിരിക്കും നീ നിന്റെ അമ്മയുടെ കണ്ണിനെ നനയിക്കുക, അപ്പന്റെ കണ്ണിനെ നനയിക്കുക എന്ന് ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനത്തിലേക്ക് വന്നേ പറ്റൂ. और माँ बाप की आंखों में आंसू आने का दूसरा कारण कि जवान बेटा या बेटी जब मेहनत करके अपनी कमाई को लाकर अपने माता या अपने पिता के हाथ में जब देता है तो वो भीगी आंखों के अलावा, आंसुओं से भरी आंखों के अलावा उसको वो स्वीकार नहीं कर पाते हैं, ले नहीं पाते हैं, उसको अनुभव नहीं कर पाते हैं। तो आज आपको ये निर्णय लेना है कि इन दोनों में से किस कारण से, किस तरीके से आप अपने माँ बाप की आंखों में आंसू देखना चाहेंगे। പഠനം കഴിഞ്ഞ് ജോലി കിട്ടി, ജോലി സ്ഥലത്ത് നിന്ന് മമ്മിയെ വിളിച്ചു, മമ്മി സാലറി കിട്ടി, ഞാൻ മമ്മിയുടെ അക്കൗണ്ടിലേക്ക് പപ്പയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പം പെട്ടെന്നൊന്നും മമ്മിക്ക് ആട്ടമോളെ നന്ദി എന്നൊന്നും പറയാൻ പറ്റില്ല. അവരുടെ തൊണ്ട ഇടറിപ്പോകും, അവർക്ക് വാക്കുകൾ മുട്ടിപ്പോകും, കണ്ണ് നനഞ്ഞു പോകും. കാരണം തന്റെ കുഞ്ഞിന്റെ അധ്വാനത്തിന്റെ ഫലം തന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് ഏത് അപ്പൻ കേൾക്കുമ്പോൾ, ഏത് അമ്മയും കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞ് അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇടയാകും. എനിക്കിത് അനുഭവിക്കാൻ കർത്താവ് പ്രാപ്തി തന്നല്ലോ എന്നോർത്ത് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ആ കുഞ്ഞിനെ മനസ്സുകൊണ്ട് അവർ നെഞ്ചത്തോട് ചേർക്കും. ഈ രണ്ട് കാരണങ്ങളുണ്ട് കണ്ണ് നനയാൻ. മോനെ, നീ ഏത് കാരണം കൊണ്ടാ നിന്റെ അമ്മയെ നനയിക്കാൻ പോകുന്നത്, അവരുടെ കണ്ണ് നനയിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ദൈവമായൊരു തീരുമാനമെടുത്ത് പുതിയ ഒരു തലത്തിലേക്ക്, സ്വയം പര്യാപ്തതയുടെ വഴിയിലേക്ക് നീ വന്നേ പറ്റുകയുള്ളൂ. पढ़ाई के बाद में नौकरी मिली, नौकरी के बाद में जब तनख्वाह मिली तो फोन करके जब वो पापा से कहते हैं या मम्मी से कहते हैं कि मम्मी मुझे तनख्वाह मिली है और मैंने आपके अकाउंट में वो पैसा डाल दिया है, तो एकदम से मम्मी ठीक है बेटा बेटी धन्यवाद नहीं बोल पाती है, उनका गला रूंध जाता है।
उनकी आंखें भीग जाती हैं, उनको शब्द उनके मुंह से नहीं निकल पाते हैं, क्योंकि वो ये सोचकर परमेश्वर को धन्यवाद देते हैं कि प्रभु तूने हमें इसके लायक तो बनाया कि हमारे बेटे बेटी की कमाई को देखने को, उसको पाने का सौभाग्य आपने हमें दिया। ये कहकर वो परमेश्वर का धन्यवाद देते हैं और अपने दिल ही दिल में अपने बच्चों को वो गले लगाते हैं। तो दो कारण हैं जिनके कारण माता पिता की आंखों में आंसू आते हैं। तो आज आपको ये सोचना है कि इसमें से किस कारण से आप अपने माँ बाप की आंखों में आंसू लाना पसंद करेंगे, और आज एक नया निर्णय लेकर उस नए निर्णय में आगे बढ़ने के लिए अगर आप अपने आप को समर्पित करें तो आप अपनी जिंदगी में आत्मनिर्भरता की ओर बढ़ने पाएंगे। ജീവിതത്തിന്റെ ദർശനം ഏറ്റെടുത്തുകൊണ്ട് സ്വയം പര്യാപ്തതയിലേക്കുള്ള വഴി തേടി പ്രാർത്ഥനാ മുറിയിലായിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഉചിതമായ വഴികൾ തുറന്നു തരും. ആരുടെയും ഔദാര്യത്തിലല്ല ജീവിക്കേണ്ടത്. കർത്താവ് തുറന്നു തന്ന അനുഗ്രഹീതമായിരിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുടുംബത്തെ പുലർത്തുവാൻ മാതാപിതാക്കൾ തന്നതിനും വാരിത്തന്നതിനും കുളിപ്പിച്ചതിനും വളർത്തിയതിനും ഉടുപ്പിച്ചതിനും അവർ പഠിപ്പിച്ചതിന്റെ അവർ ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം വളരെ സന്തോഷത്തോടെ ഘട്ടം ഘട്ടമായി അവർക്ക് മടക്കി കൊടുക്കത്തക്ക നിലയിലേക്ക് വിശാലമായ വഴി ദൈവം തുറന്നു തരാനിടയാകും. കുഞ്ഞുങ്ങൾ ആത്മാവിൽ ഈ ആലോചനയെ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. जिंदगी का दर्शन पाकर जब आप परमेश्वर की उपस्थिति में जीविका का रास्ता खुलने के लिए जब आप प्रार्थना करते हैं, उसकी उपस्थिति में जब आप समय बिताते हैं, तो आत्मनिर्भरता की ओर कदम बढ़ाने के लिए परमेश्वर आपके लिए द्वार खोलेगा, आपके लिए ऐसा रास्ता, एक विशाल रास्ता तैयार करेगा कि आप बड़ी बहुतायत के साथ, आपके माँ बाप ने आपके लिए जो कुछ भी किया, आपको खिलाया, आपको पढ़ाया, आपको ओढ़ाया, आपकी जरूरतें पूरी की, आपका जो प्यार और दुलार आपके प्रति उन्होंने दिखाया, उन सब के बदले में बहुतायत से आपको देने लायक परमेश्वर विशाल रास्ते आपके लिए तैयार करेगा। और मेरी आशा है कि मुझे सुनने वाले हर एक जवान और हर एक युवती के मन में ये बात आत्मा में वो उसे स्वीकार करेंगे। ഞാന് 2019 ചില മാസങ്ങൾ ഓസ്ട്രേലിയയിലായിരുന്നു. അവിടുത്തെ മിക്ക പട്ടണങ്ങളിലും ഞാൻ സന്ദർശിക്കുകയുണ്ടായി. അവിടുത്തെ ആ രാജ്യത്തിന്റെ ഒരു വ്യവസ്ഥ എന്നെ അത്ഭുതപ്പെടുത്താനിടയായി. 18 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ ആ വീട്ടിൽ മാതാപിതാക്കൾക്ക് കുടുംബത്തിന്റെ ഒരു ഓഹരി അവർ അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ വീട്ടിൽ പാർത്താൽ ആ വീടിന്റെ വാടക, ഹൗസ് റെന്റ് എന്നതുപോലെ ഒരു തുക കുഞ്ഞുങ്ങൾ എല്ലാവരും അപ്പനെ ഏൽപ്പിച്ചേ പറ്റൂ. അത് രാജ്യത്തിന്റെ ഒരു നിയമമാണ്. അപ്പൊ തന്നെ ആ രാജ്യം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്നതെല്ലാം അവർ ക്രമീകരിക്കുകയും 18 കഴിയുമ്പോൾ ഓരോ കുഞ്ഞിനും ഒരു സാമ്പത്തിക നന്മ ഏൺ ചെയ്യേണ്ടതിനുള്ള വഴി ഗവൺമെന്റ് ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. और 2019 में कुछ महीने के लिए मैं ऑस्ट्रेलिया में था, वहां के कई शहरों में जाने का मुझे मौका मिला। तो वहां का एक तौर तरीका मैंने देखा, वो ये कि 18 साल की उम्र तक पढ़ाई लिखाई के लिए उस देश में बच्चों के लिए सारा इंतजाम किया जाता है, और 18 की उम्र के बाद में कमाई के लिए, जीविका कमाने के लिए उनके लिए रास्ता भी वहां के देश, उस देश के द्वारा तैयार करके दिया जाता है। लेकिन जब 18 की उम्र से ज्यादा के बच्चे जब अपने घर में रहते हैं, तो घर की रेंट, उसका किराया है या खर्चा है, जो भी उनको अपने माँ बाप को देना पड़ता है, ऐसा एक तरीका मैंने उस देश में देखा। കുടുംബം എന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന ആശയം, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാതാപിതാക്കളെ സംരക്ഷിച്ച സഹോദരങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ സ്വയം പര്യാപ്തതയിലേക്ക് വന്നേ പറ്റുകയുള്ളൂ. വൃദ്ധനായ ശേഷം അല്ലെങ്കിൽ പ്രായമായ ശേഷം നമ്മളെ നോക്കാൻ ആരെങ്കിലുമൊക്കെ പിന്നാലെ ഉണ്ടാകും. പക്ഷെ യൗവനകാലത്തിൽ നാം തന്നെ സ്വയം പര്യാപ്തതയിലായിട്ട് നാം നിമിത്തം മറ്റുള്ളവരെ സഹായിപ്പാൻ നമുക്ക് കഴിഞ്ഞേ പറ്റുകയുള്ളൂ. परिवार रूपी उस महत्वपूर्ण अवधारणा को बनाए रखने के लिए हमें आत्मनिर्भरता की ओर आना ही पड़ेगा। बुढ़ापे में तो हो सकता है कोई ना कोई हमारी मदद के लिए आ जाए होगा, लेकिन जवानी में हमें आत्मनिर्भर बनना ही होगा। अपने परिवार की जरूरतों को, अपने परिवार के सदस्यों की जरूरतों को पूरा करने के लिए हमें आत्मनिर्भर बनना ही होगा। ജോലിയില്ലാത്തത് കൊണ്ട്, സ്വയം പര്യാപ്തതയിലെത്താത്തത് കൊണ്ട് വിശന്ന് നടക്കേണ്ടവരല്ല നിങ്ങളാരും. മാത്രമല്ല, നിരവധി അനവധി ആളുകളുടെ വിശപ്പ് മാറ്റുവാൻ കയ്യിൽ അപ്പം കരുതി നടക്കേണ്ടവരാണ് നിങ്ങൾ എല്ലാവരും. नौकरी नहीं है, काम नहीं है, इसलिए भूखे रहने वाला नहीं है यहाँ पे कोई भी व्यक्ति। उसकी बजाय आप ऐसे व्यक्ति हैं जिनके पास में खुद के अलावा दूसरों की भूख को भी शांत करने के लिए आपके हाथ में होना चाहिए।
ബേസ്തയുടെ പുൽപ്പുറത്ത് കൂടി വന്നിരിക്കുന്ന ആയിരക്കണക്കിന് 5000-ലധികം ജനാവലിക്ക് വിശക്കുന്നുണ്ട്. യേശു പറയുന്നു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. പത്രോസ് അടക്കമുള്ള ഒറ്റ ഉപദേശിയുടെ കയ്യിലും കൊടുക്കാൻ ഒന്നുമില്ല. അപ്പോഴാണ് ഒരു കൊച്ചു പയ്യൻ നിന്നുകൊണ്ട് പറയുന്നു, ഗുരു, എന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, ഇതുകൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ ഒരു കുഞ്ഞിന്റെ കയ്യിലുണ്ട്. അവൻ എത്ര വയസ്സ് പ്രായമുണ്ടെന്ന് അറിയില്ല. ആ മോനെ ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിലേക്ക് ഉയർത്തി കാട്ടുകയാ. വിശക്കുന്നവന് വിളമ്പാൻ നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്, ദാഹിക്കുന്നവന് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്, മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തോ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനത്തിലെത്തണം. സ്വയം പര്യാപ്തതയിലേക്ക് വന്നേ പറ്റുകയുള്ളൂ. ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കണം. 5000 की भीड़ को जब भूख लगी तो यीशु जेलों से कहता है कि तुम ही इन्हें खाने को कुछ दो, लेकिन पतरस समेत एक भी परमेश्वर के दास के पास में देने के लिए कुछ नहीं था। लेकिन वहां पर एक छोटा बालक था जिसके पास 5 रोटियां थी और वो ये कहता है कि इससे अगर तुम कुछ कर सकते हो तो करो। उस बालक की उम्र कितनी है पता नहीं, लेकिन आज मैं उस बालक को आपके सामने दिखाना चाहता हूं और आप ये सोचे, मैं आपसे ये पूछना चाहता हूं कि भूखे को देने के लिए आपके पास क्या है, प्यासे को देने के लिए आपके पास क्या है, माँ बाप के बुढ़ापे में उनकी मदद के लिए आपके पास में क्या है। ये सवाल आज आपके अंदर उठने पाए, हमें आत्मनिर्भरता की ओर आना ही होगा। ഈ ഒരു സന്ദേശം നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ദർശനമുള്ളവരായി നിങ്ങൾ മാറുമെങ്കിൽ, ഞാൻ ഉറപ്പു തരാം, നിങ്ങളുടെ ജീവിതത്തിന്റെ തട്ടകത്തെ ദൈവം വിവിധ രാജ്യങ്ങളിലേക്ക് മാറ്റും. മേഘപാളികൾക്ക് മീതെ കൂടെ നിങ്ങൾക്കൊരു യാത്രയുണ്ടാകും. നിങ്ങൾ ഉൾക്കൊണ്ടു നിൽക്കുന്ന ദൈവസഭയ്ക്കും, നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച പാസ്റ്റർമാർക്കും, അതേപോലെ നിങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കും, നിങ്ങളുടെ സമൂഹത്തിനും നിങ്ങൾ ഒരു വലിയ സഹായത്തിന്റെ അപ്പക്കഷണ വിതരണക്കാരായി ദൈവം നിങ്ങളെ മാറ്റാനിടയാകും. UK-ലും അങ്ങ് മെൽബണിലും ന്യൂയോർക്കിലും കാനഡയിലും അതേപോലെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ, അറേബ്യൻ കൺട്രികളിൽ ഒക്കെയായിട്ട് നിങ്ങൾക്ക് എത്തപ്പെടാനും, അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ സഭയെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുവാനും, മാതാപിതാക്കളെ നിങ്ങൾക്ക് സംരക്ഷിക്കാനുമുള്ള വഴിത്താരകൾ, അതുമല്ലെങ്കിൽ വേദികളിൽ നിന്ന് വേദികളിലേക്ക് സുവിശേഷവുമായി പോകാൻ ദൈവം നിങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിന് രണ്ടു പക്ഷമില്ല. അത് ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. अगर आप इसको एक चुनौती के रूप में स्वीकार करेंगे, अगर आप इस संदेश को स्वीकार करेंगे, अगर आप इस दर्शन को आप स्वीकार करेंगे, अगर आप प्रार्थना में इसे अपने दिल की गहराई में उतरने देंगे, तो मैं आपसे ये कहना चाहता हूं कि इस बात में कोई शक नहीं है कि परमेश्वर आपको इस तरह से आगे बढ़ाएगा, आपके लिए रास्ते खोलेगा, आपकी जिंदगी के स्तर को वो इस तरह से आगे बढ़ाएगा, आपके वहां से आप अपने परिवार की जरूरतों को, अपने पास्टर की, अपनी कलीसिया की जरूरतों को आप पूरा कर पाएंगे। उनकी आशीष के लिए आप काम करने पाएंगे। दूसरों को देने लायक, रोटियां बांटने के लायक परमेश्वर आपको बनाएगा। ऐसी आशीष वो देगा, इसमें कोई शक नहीं है। പ്രൈസ് ദ ലോർഡ്. ഒരു ചിന്ത കൂടെ നിങ്ങളുമായി പങ്കുവച്ച ശേഷം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇടറിപ്പോകാതിരിക്കേണ്ടതിനും ഈ യൗവനകാലത്തിൽ നമ്മുടെ എത്തിക്സിനെ സംരക്ഷിക്കേണ്ടതിനും നാം അറിയേണ്ടത് വിശേഷമായ ആത്മീയ മൂല്യങ്ങളെ സമ്പാദിക്കുക എന്നതാണ്. और एक आखिरी एक विचार बताकर मैं अपने वचनों को समाप्त करना चाहता हूं कि लड़खड़ाने से बचने के लिए, संयमी बने रहने के लिए, नैतिकता को बनाए रखने के लिए कुछ आत्मिक मूल्यों को हमें स्वीकार करने की जरूरत है। വിശേഷമായിരിക്കുന്ന 3 ആത്മീയ മൂല്യങ്ങൾ ഉള്ളവരാകുവാൻ 1 യോഹന്നാന്റെ ലേഖനം 2:14 1 John chapter 2 verse 14 നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. 1 यूहन्ना 2:14 हमें उपदेश देता है कि 3 तरह के आत्मिक मूल्यों को हमें अपनाने की जरूरत है। അവിടെ ബാല്യക്കാരെ അല്ലെങ്കിൽ യൗവനക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് യോഹന്നാൻ പറയുന്നു. ആ വാക്യത്തിന്റെ 2ാം ഭാഗം വായിക്കുമ്പോൾ പറയുന്നുണ്ട് 3 ആത്മീയ മൂല്യങ്ങൾ. 1, നിങ്ങൾ ശക്തരാകണം, യു ആർ സ്ട്രോങ് എന്ന് കാണുന്നു. 2, നിങ്ങൾ വചനവാഹികളാകണം എന്ന് പറയുന്നു. വേർഡ് ഓഫ് ഗോഡ് അബൈഡ്സ് ഇൻ യു. 3ാമത്തേത്, നിങ്ങൾ ദുഷ്ടനെ ജയിക്കണം, യു ഹാവ് ഓവർകം ദ വിക്കറ്റ്. ഈ 3 ക്വാളിറ്റി നിങ്ങൾ പ്രാപിച്ചെടുത്താൽ ഇടറത്തില്ല എന്ന് മാത്രമല്ല, യൂത്തിന്റെ ഈ കാലത്തിൽ എത്തിക്സിന്റെ കാവലാളായി നിങ്ങൾക്ക് നിലകൊള്ളാനിടയാകും.
और यहाँ पर यूहन्ना हे जवानों कहकर 3 आत्मिक मूल्यों के बारे में बताता है, और वो ये है कि वो कहता है तुम्हें बलवंत बनना है। वो कहता है तुम बलवंत हो। दूसरा, परमेश्वर का वचन तुम में बना रहे, और तीसरा, तुम्हें उस दुष्ट पर जय पानी है। अगर आप ऐसा करते हैं, इन 3 आत्मिक मूल्यों को अपनाते हैं, तो न केवल आप नैतिकता में बने रहेंगे, बल्कि आप इस युग में, आज के युग में नैतिकता के एक सारथी भी बनेंगे। उसके अनुसार आप आगे बढ़ पाएंगे। ഈ 3 ചിന്തകൾ, ഈ 3 ആശയങ്ങളെ നിരുപാധികമായി നിങ്ങൾ ഏറ്റെടുക്കണം. ഒന്ന്, എനിക്ക് ശക്തനാകണം, ശക്തയാകണം. 2, ദൈവത്തിന്റെ വചനം എന്നിൽ വസിക്കണം. 3, എനിക്ക് സകല ദുഷ്ടശക്തികളെയും ജയിക്കണം. ഈ 3 തീരുമാനങ്ങളിലേക്ക്, ഈ 3 സമർപ്പണങ്ങളിലേക്ക് നാം വരുമ്പോഴാണ് കേൾക്കാമോ? സൗണ്ട് പ്ലീസ്. यस पास्टर। इन 3 विचारों को हमें अपनाने की जरूरत है। एक ये कि मुझे बलवंत बनना है, दूसरा परमेश्वर का वचन मुझ में बना रहे, और तीसरा मुझे हर तरह से दुष्ट पर जय पानी है। जब हम इन निर्णयों को लेंगे, जब हम इन समर्पणों को करेंगे, तो हम अपनी नैतिकता को बनाए रख पाएंगे और हम लड़खड़ाने से बचे रहेंगे। നാം ശക്തരാകയാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് പല മേഖലകളിൽ നാം ശക്തരാകണം. ഒന്ന്, നാം വചനത്തിൽ ശക്തരാകണം. 2, ആത്മാവിന്റെ നിറവിൽ നാം ശക്തരാകണം. 3, കൃപയിൽ നാം ശക്തരായേ പറ്റുകയുള്ളൂ. വിശുദ്ധിയുടെ ജീവിതത്തിൽ നാം ശക്തരാകണം. അപ്പോൾ ശക്തരാകുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ അനുബന്ധ ചിന്തകൾ 1, 2, 3, 4, 5 എന്ന് അക്കമിട്ട് നിരത്തുവാൻ ഏറെയുണ്ട് എന്ന് നാം അറിയണം. तो यहाँ पर जब लिखा है कि बलवंत बनो, तो उसके अंदर भी कई बातों में हमें बलवंत बनना है। हमें वचन में बलवंत बनना है, आत्मा की भरपूरी में हमें बलवंत बनना है, परमेश्वर के सामर्थ्य में, अनुग्रह में हमें बलवंत बनना है, और पवित्रता में हमें बलवंत बनना है। तो उस बलवंत बनने के अंदर ही कई सारे विचारों को हम देख सकते हैं। ദൈവശക്തിയുടെ വ്യാപാരം നിങ്ങളുടെ മൺകൂടാരത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ആത്മാവിൽ ശക്തി പ്രാപിച്ചവരായി മുൻപോട്ട് പോകാനിടയാകണം. परमेश्वर के आत्मा की सामर्थ्य आपके इन मिट्टी के बर्तनों में इस तरह से भरे कि आप आत्मा की सामर्थ्य में आगे बढ़ने वाले बने। നമ്മുടെ കുഞ്ഞുങ്ങളുടെ വർഷിപ്പ് ഒക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നന്നായിട്ട് അവർ ഒരുമിച്ച് സംഗീതോപകരണങ്ങളോടുകൂടെ പാടാനിടയായി. പക്ഷേ അവരാരും അന്യഭാഷയൊന്നും പറയുന്നത് ഞങ്ങളാരും കേട്ടില്ല. ഇനി ഞങ്ങൾ കേൾക്കാഞ്ഞതാണോ അവർ പറയാഞ്ഞതാണോ എന്തോ അറിയില്ല. ആത്മാവിന്റെ നിറവിലേക്ക് ആരാധന എത്തിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. हमारे जवानों की आराधना को मैं बहुत ध्यान से सुन रहा था, देख रहा था, और मैंने देखा कि बहुत अच्छे तरीके से वो सब एक साथ मिलकर गा रहे थे, वाद्य यंत्रों को अच्छी तरह से बजा रहे थे। लेकिन मैंने उनको अन्य भाषा बोलते हुए नहीं सुना। अब मुझे नहीं पता कि हमने सुना नहीं या उन्होंने बोला नहीं, लेकिन हमें आत्मा से भरपूर होना है। നമ്മളെല്ലാവരും ആത്മനിറവ്, പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞും അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ എന്നൊക്കെ നമ്മൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ഈ അന്യഭാഷ പറഞ്ഞില്ലേ, പിന്നെ വേറെ ആരാ ഇത് പറയുക? അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും കാത്തിരുന്ന് ആത്മനിറവ് പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. ശക്തരാകയാൽ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ശക്തിയും അതിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. प्रेरितों के काम में हम पढ़ते हैं कि वो सब के सब पवित्र आत्मा से भर गए और अन्य भाषा बोलने लगे। जब हम कहते हैं कि चर्च ऑफ गॉड फुल गॉस्पल, तो अगर हम अन्य भाषा नहीं बोलेंगे तो फिर कौन बोलेगा? तो मुझे सुनने वाले हर एक जवान, हर एक बच्चे को पवित्र आत्मा से भरपूर होना है। सामर्थी बनने का मतलब पवित्र आत्मा की भरपूरी में हमें सामर्थी बनना है। ഈ വർഷിപ്പ് എന്ന് പറയുമ്പോൾ, ആരാധന എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 പാട്ട് പാടുന്നത് മാത്രമല്ല, സംഗീതോപകരണങ്ങളുടെ പ്രകടനം മാത്രമല്ല,
ഈ പാടുന്ന കൂട്ടരെല്ലാം കൂടി ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ അതൊരു ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് വരാനിടയാകണം. പാടി സ്തുതിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 40-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, അത് കണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുമെന്നാണ്. കേട്ട് സന്തോഷിക്കുമെന്ന് മാത്രമല്ല, ഞാൻ പാടുന്ന പാട്ടിൽ ചിലത് കാണാൻ ദൈവം പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരും. അതിന് ആത്മനിറവ് അനിവാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ആത്മനിറവ് പ്രാപിച്ച് മുന്നേറാനിടയാകട്ടെ. आराधना का मतलब सिर्फ 4 गीत गाना नहीं है या वाद्य यंत्रों का प्रदर्शन नहीं है, लेकिन वो सब जब एक साथ इकट्ठे होकर गाते हैं तो आत्मिक भरपूरी वहां पर नजर आती है। भजन 40 में हम पढ़ते हैं कि उसने मेरे मुंह में एक नया गीत दिया है और उसे देखकर, सुनकर नहीं देखकर दूसरे लोग आनंदित होंगे। यानी जब हम आत्मा की सामर्थ्य में भरपूरी पाकर आराधना करेंगे तो उसमें दिखने लायक भी कुछ होगा उसके अंदर। तो हमारे सारे बच्चों को आत्मा की भरपूरी में सामर्थ्य बनना है, बलवंत बनना है। ആത്മനിറവ് പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവവചനത്തെ വഹിക്കാൻ കഴിയും. വചനം നിങ്ങളിൽ വസിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബൈഡ്സ് ഇൻ യു, അങ്ങനെയാണ് പ്രയോഗം നമുക്ക് കാണാൻ കഴിയുക. और जिसके अंदर आत्मा की भरपूरी है वो अपने अंदर वचन को रख सकता है। यहाँ पर हम देखते हैं कि यहाँ पे लिखा है कि तुम्हारे अंदर परमेश्वर का वचन बना रहता है। നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അന്തരംഗത്തിൽ, നമ്മുടെ ബാഹ്യതലത്തിൽ, നമ്മുടെ ഈ അവയവ വ്യവസ്ഥിതികളിലൊക്കെ വചനം ആളത്വമായി വസിച്ചു നിൽക്കുമ്പോൾ അനാത്മീയതയിലേക്ക് പോകാൻ, അധാർമികതയിലേക്ക് പോകാൻ, എത്തിക്സ് വിട്ടൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം വചനം നമ്മിൽ അങ്ങ് വസിച്ചു നിൽക്കുകയാണ്. वचन जब हमारे अंदर, हमारे शरीर के एक एक अंग में जब साकार रूप में बसता है तो फिर हम अधर्म नहीं कर पाएंगे, पाप नहीं कर पाएंगे, नैतिकता को छोड़कर हम कुछ भी गलत नहीं कर पाएंगे, क्योंकि वचन हमारे अंग अंग में साकार रूप से बसा हुआ है। ഈ ആത്മശക്തിയും വചനശക്തിയും നമ്മിൽ അധിവസിക്കുകയാണെങ്കിൽ ഒന്നാമത് നാം ഹോളിനെസ് ഉള്ളവരായി മാറും, വിശുദ്ധി ഉള്ളവരായി മാറുകയാണ്. तो ये वचन की सामर्थ्य और आत्मा की सामर्थ्य अगर हमारे अंदर बसती है तो पहली बात हम पवित्र बनेंगे। രണ്ടാമത്തേത് നാം ഹ്യൂമിലിറ്റി ഉള്ളവരായി മാറും, അഥവാ വിനയമുള്ളവരായി, താഴ്മയുള്ളവരായി, എളിമയുള്ളവരായി, ധാർഷ്ട്യവും ധിക്കാരവും താൻപോരിമയും അഹങ്കാരവും ഉപേക്ഷിച്ച് നാം ഹ്യൂമിലിറ്റി ഉള്ളവരായി മാറാനിടയാകും. और दूसरी बात ये है कि हमारे अंदर नम्रता आएगी, हम नम्र लोग बनेंगे, घमंड, अहंकार ये सब हमसे दूर हो जाएगा, हम नम्र बनेंगे। ആത്മശക്തിയും വചനശക്തിയും നമ്മിൽ വ്യാപരിക്കുകയാണെങ്കിൽ മൂന്നാമതായി നാം നോബിലിറ്റി ഉള്ളവരായി മാറും, അഥവാ വിവേകമുള്ളവരായി, ബുദ്ധി സാമർഥ്യമുള്ളവരായി, വീണ്ടു വിചാരമുള്ളവരായി, സോബർ മൈൻഡഡ് ആയി മാറാനിടയാകും. अगर आत्मा की सामर्थ और वचन की सामर्थ हमारे अंदर है तो तीसरी बात, अगली बात ये कि हम परखने वाले व्यक्ति, सोच विचार करने वाले व्यक्ति या फिर संयमी व्यक्ति बनेंगे। വചനവും ആത്മശക്തിയും നമ്മിൽ വ്യാപരിക്കുകയാണെങ്കിൽ നമ്മൾ എബിലിറ്റി ഉള്ളവരായി മാറും, അഥവാ കഴിവ്, സാമർത്ഥ്യം, ഏൽപ്പിക്കുന്നതിനെ നിവർത്തിയാക്കുവാനുള്ള സാമർത്ഥ്യം, പൂരിപ്പിക്കുവാനുള്ള സാമർത്ഥ്യമുള്ളവരായി നമ്മൾ മാറും. എബിലിറ്റി അത് പ്രാപിച്ചേ മതിയാകുള്ളൂ. अगर आत्मा की सामर्थ और वचन की सामर्थ हमारे अंदर बसती है तो हमारे अंदर काबिलियत आएगी, योग्यता आएगी, जो जिम्मेदारी, जो काम सौंपा जाता है उसको पूरा करने की काबिलियत हमें मिलेगी। അത് മാത്രമല്ല, അഞ്ചാമത് ഒരു കാര്യം, നാം സ്റ്റെബിലിറ്റി ഉള്ളവരായി മാറും. സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരതയുള്ളവരായി മാറും. ഇടയ്ക്കിട്ടില്ല ആത്മീയ ജീവിതവും ബൈബിൾ സ്കൂൾ പഠനവും ജോലിയും വേലയും ഒന്നും ഇടയ്ക്കിട്ടിട്ട് പോകാതെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച സ്റ്റെബിലിറ്റി ഉള്ളവരായി നിൽക്കാൻ അത് കാരണമായി മാറും. इतना ही नहीं, पांचवी बात, हम स्थिरता वाले बनेंगे। हम कोई काम बीच में नहीं छोड़ेंगे, अपनी पढ़ाई लिखाई, अपनी नौकरी, अपनी सेवकाई, अपना बाइबल स्कूल, कुछ भी बीच में नहीं छोड़ेंगे, हम उसको पूरा करने वाले बनेंगे, स्थिरता वाले व्यक्ति बनेंगे। ഹോളിനെസ് ആൻഡ് ഹ്യൂമിലിറ്റി ഇത് രണ്ടും അനിവാര്യമായ ഒരു കാലമാണ് യൗവനകാലം. तो जवानी का समय एक ऐसा समय है जिसमें पवित्रता और नम्रता ये दोनों बातें अनिवार्य हैं, जरूरी हैं। മാത്രമല്ല, നോബിലിറ്റിയും എബിലിറ്റിയും അത്യന്താപേക്ഷിതമായ രണ്ട് ഘടകങ്ങളാണ്. और इतना ही नहीं, विवेक है और क्षमता या योग्यता ये भी जरूरी अवयव हैं.
സ്റ്റെബിലിറ്റിയും കൂടെ ആകുമ്പോൾ കാര്യങ്ങൾ ഏറ്റവും മെച്ചമായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് പ്രയോജനമാകാൻ കർത്താവ് കൃപ ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇടറിപ്പോകാതെ ക്രിസ്ത്യൻ ധാർമ്മികതയിൽ നമുക്ക് നിലകൊള്ളാൻ ഇടയാകുകയുള്ളൂ. और अगर उसमें स्थिरता भी मिल जाए तो उसमें 4 चांद लग जाते हैं। हम परमेश्वर की महिमा में आगे बढ़ पाएंगे और परमेश्वर के अनुसार नैतिकता में, मसीही नैतिकता में हम जिंदगी बिताने में समर्थ बन पाएंगे। അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടെ വചനത്തിന്റെ തികവോടുകൂടെ നിലകൊണ്ട് ദൈവപ്രസാദ യോഗ്യമായി ഒരു യൗവനകാലം കഴിക്കുവാൻ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ആശംസിക്കുകയും ചെയ്യുകയാണ്. मेरी ये हार्दिक प्रार्थना है और ये कामना है कि हमारे सारे जवान, हमारे सारे युवक और युवतियां परमेश्वर के आत्मा की भरपूरी में, परमेश्वर के वचन के सामर्थ्य में, पवित्रता के साथ जिंदगी आगे बिताने में सक्षम बनने पाए। സഭയിലുള്ള സകല കുഞ്ഞുങ്ങളെയും വിശേഷാൽ ശ്രദ്ധിക്കുകയും അവരെ വിശേഷാൽ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് വേണ്ടുന്ന വചന പാഠങ്ങൾ കൊടുത്ത് അവരെ അണച്ചു നിർത്തുവാൻ ഞാൻ എല്ലാ പാസ്റ്റർമാരോടും പാസ്റ്റർ ആന്റിമാരോടും വിശേഷാൽ ഉപദേശം കൊടുക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. और सारे पास्टर अंकल से, सारे पास्टर आंटी से मैं ये कहना चाहता हूं, उनको ये निर्देश देना चाहता हूं कि कलीसिया के सारे बच्चों को, सारे जवानों को वो काउंसलिंग दे, जरूरी सहयोग दे, उनको सलाह दें और उनको सही मार्ग पर चलने में समर्थ बनने में मदद करें। നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും തന്നെ നമ്മുടെ കൈവിരലുകളിലൂടെ ഊർന്ന് ലോകത്തിന്റെ അഴുക്കുചാലിലേക്ക് വീണു പോകാതെ അവരെ സംരക്ഷിക്കാൻ, കൂടെ നിർത്തുവാൻ, ചേർത്ത് നിർത്തുവാൻ, അവരെ ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനമാക്കുവാൻ നാളെയുടെ ദിനങ്ങളിൽ ഇതുപോലെ വേദികളിൽ നിൽക്കുന്നവരായി അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരായി IPS-കാരായി IAS-കാരായി മറ്റു തരമായിരിക്കുന്ന ഉന്നത തസ്തികകളിലേക്കൊക്കെ റെസ്പെക്റ്റീവ് പൊസിഷനിലേക്ക് ദൈവം അവരെ കൊണ്ടെത്തിക്കേണ്ടതിന് അവർക്ക് വേണ്ടി കണ്ണുനീര് ഇൻവെസ്റ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, അതിനായി പ്രബോധിപ്പിക്കുകയാണ്. और मेरी ये कामना है, मेरा ये उपदेश है कि हमारे अंगुली को छोड़कर कोई भी हमारे कलीसिया का बच्चा, जवान दुनिया में भटकने न पाए। हम दुनिया में उनको ऊंचे ऊंचे स्थानों तक पहुंचाने के लिए, बड़े बड़े आदरणीय स्थानों तक पहुंचाने के लिए, IAS IPS जैसे उच्चतम स्थानों तक पहुंचाने के लिए उनकी जिंदगी में हम आंसुओं का निवेश करने पाए, ताकि परमेश्वर उनको अपने काम में, नौकरी में या सेवकाई में ऊंचे ऊंचे स्तरों तक ले जाए। കുഞ്ഞുങ്ങളോട് ഈ വിധമായ ചിന്തകൾ നൽകുവാൻ അവസരം എനിക്ക് നൽകി തന്ന ചർച്ച് ഓഫ് ഗോഡിന്റെ നേതൃത്വ നിരയോടുള്ള പ്രത്യേക വന്ദനവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ബിനോജ് അവറുകളോട്, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരോട്, മാത്രമല്ല ഡിസ്ട്രിക്ട് പാസ്റ്റർ ആദരണീയനായ ദൈവദാസനോട്, മറ്റെല്ലാ യൂത്ത്സിന്റെ മുഖ്യധാര പ്രവർത്തകരോടൊക്കെയുള്ള പ്രത്യേക വന്ദനം ഇത്തരണത്തിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ രേഖപ്പെടുത്തുകയാണ്. जवानों से इन विषयों पर बात करने का मुझे मौका देने के लिए चर्च ऑफ गॉड के सारे अगुवों को मैं खास तौर से धन्यवाद देना चाहता हूं, खासतौर से पास्टर बिनोद जी को और डिस्ट्रिक्ट पास्टर को और यूथ से जुड़े हुए सारे अगुवों को मैं मेरे दिल की गहराई से धन्यवाद देना चाहता हूं. പാസ്റ്റർ വിൽസൺ അവരുകളുമായി ഒരുമിച്ച് പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഹൃദയംഗമായി വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. और पास्टर विल्सन के साथ में मंच पर एक साथ सेवकाई का मौका मिलने के लिए परमेश्वर को धन्यवाद देता हूं, दिल की गहराई से मैं उनके लिए प्रार्थना करता हूं. നമ്മുടെ ടീനേജുകാർ, നമ്മുടെ യൂത്ത്സ് ഒന്നും നഷ്ടപ്പെടാതെ എല്ലാവരും ദൈവകൃപയിൽ നിൽക്കേണ്ടതിന്, കർത്താവ് കൃപ ചെയ്യേണ്ടതിന് ഞങ്ങൾ സഭയായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിന്റെ വലിയ വിടുതൽ വരും ദിനങ്ങളിൽ കാണാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടെ പരിശുദ്ധ തൃത്വനാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. हमारी कलीसिया समेत ये प्रार्थना है कि हमारी कलीसिया का कोई भी टीनेजर, कोई भी जवान जो है वो इस भरपूरी में आगे बढ़ने पाए, परमेश्वर की नैतिकता में, मसीही जिंदगी की नैतिकता में आगे बढ़ने पाए। उसके लिए हम लोग आपके लिए प्रार्थना करेंगे और आने वाले दिनों में परमेश्वर इस सभा की आशीषों को, फलों को देखने में हमारी मदद करने पाए। एक बार फिर से त्रिएक परमेश्वर के नाम से मैं आप सबको आशीष देना चाहता हूँ। परमेश्वर हम सबको आशीष दे। Amen. Praise the Lord. Thank you. Thank you. Thank you. Amen. Amen. Praise the Lord. Thank you.